അതായത് നമ്മുടെ ഓൾട്ടർനേറ്റീവ് വണ്ണിൽ കിട്ടുന്ന സെയിം സാധനമാണ് ഓൾട്ടർനേറ്റീവ് ടൂവിലും കിട്ടുന്നത്. ഓൾട്ടർനേറ്റീവ് വണ്ണിലെ കാര്യമാണ് ആക്ച്വലി നടക്കുന്നത്. ഓൾട്ടർനേറ്റീവ് വണ്ണിൽ നമ്മൾ അടയ്ക്കുന്ന ടാക്സ് ആണ് ആക്ച്വലി നമ്മൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്ന ടാക്സ്. പക്ഷെ ആ ഒരു എമൗണ്ട് ഇത് ഓൾട്ടർനേറ്റീവ് വണ്ണിൽ കിട്ടിയ ഇത്രയും സ്റ്റെപ്സ് യൂസ് ചെയ്ത് നമ്മൾ കിട്ടിയ ആ ഒരു ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് കിട്ടാണ് നമ്മൾ ഷോർട്ട് യൂസ് ചെയ്തു. അതാണ് ഓൾട്ടർനേറ്റീവ് ടു. ഇതോ EBDT ഇൻറ്റു 1 - ടാക്സ് ഫ്രീ പ്ലസ് ഡിപ്രീസിയേഷൻ ടാക്സ് ഫ്രീ, ഈ രണ്ട് സാധനങ്ങൾ ചെയ്താൽ നമുക്ക് ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ കിട്ടും. ഇൻ കേസ് നെറ്റ്വർക്ക് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതും കൂടി കൺസിഡർ ചെയ്യണം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രമേ, അതായത് നിങ്ങൾ ഇന്നലെ ചെയ്ത ഹോംവർക്ക് ക്വസ്റ്റ്യൻ മാത്രമേ ഓൾട്ടർനേറ്റീവ് വണ്ണിലും ടൂവിലും ചെയ്യുള്ളൂ. നമുക്ക് ഓൾട്ടർനേറ്റീവ് ടു മതി. ഓൾട്ടർനേറ്റീവ് പോലെ സിമ്പിൾ നിങ്ങൾ ചെയ്തപ്പോൾ ഓൾട്ടർനേറ്റീവ് പോലെ സിമ്പിൾ. ഓക്കെ. സുബിത എന്നൊരു വേണോ അറിയോ? വരുമായിരിക്കും. അറിയില്ല, ഒന്നും അറിഞ്ഞില്ല. ഓക്കെ. സോ ദാ ഈ ഒരു ക്വസ്റ്റ്യന് പർച്ചേസ് കോസ്റ്റ് ഓഫ് അസറ്റ് 4,90,000 ആണ്. ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് 10,000 ആണ്. സോ അത് രണ്ടും മാത്രമേ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരുന്നുള്ളൂ. നെറ്റ്വർക്ക് ക്യാപിറ്റലിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. സോ നെറ്റ്വർക്ക് ക്യാപിറ്റൽ ഉണ്ടാവില്ല. കോസ്റ്റ് ഓഫ് അസറ്റ് തന്നെ ആയിരിക്കും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ. പിന്നെ ഈ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 5 വർഷം കൊണ്ട് അവർ ഏൺ ചെയ്യാൻ പോകുന്ന, ഭാവിയിൽ ഏൺ ചെയ്യുന്ന സുവിധ എന്താണ് അവസ്ഥ? ഇന്നലത്തെ ക്ലാസ് കേട്ടായിരുന്നോ? കേട്ടായിരുന്നു സർ. ഒരു എങ്ങനെ? മിനിറ്റ്. ഓക്കെ. ഓക്കെ. കേട്ടിരുന്നു. ആ അത് ചെയ്തിട്ടുണ്ട്. പ്രോബ്ലം. ഓൾട്ടർനേറ്റീവ് വണ്ണിലും ടൂവിലും ചെയ്തോ? ആ, എത്ര ഇയർ വണ്ണിൽ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ എത്ര കിട്ടി? ഓൾട്ടർനേറ്റീവ് വണ്ണില് ഏതാ ഇയർ വണ്ണിലാ? ഓൾട്ടർനേറ്റീവ് വണ്ണിലും ടൂവിലൊക്കെ സെയിം തന്നെ കിട്ടുക. ആ, 1,72,000 കിട്ടിയേ. 1,72,000. പിന്നെ ഇയർ പിന്നെ ടൂവില് 1,75,000, ഇയർ 1,96,000, ഇയർ ടൂവില് 1,70,000. 75. 1,90,000 അല്ലേ? നിങ്ങൾക്ക് എത്ര കിട്ടിയ ഭൂശ്ര? ഇയർ ടൂല് 1,75,000. 1,75,000. ഇയർ ത്രീയില് 1,96,000 ആണ്. ആണോ? അത് ശരിയാണ്, അത് ശരിയാണ്. അതെ, അതെ. ഇയർ ഫോറില് 1,78,000. അത് ശരിയാണ്. ഇയർ ഫൈവില് 1,66,000 അല്ലേ? എല്ലാവർക്കും അതല്ലേ? ഇയർ ടൂവിൽ അതെ, ഒന്ന് നോക്കട്ടെ. ഇയർ ടൂവിൽ എല്ലാവർക്കും 1,75,000 ആണ് കിട്ടിയത്. എനിക്ക് യെസ് 75, സർ. 1,75,000 കിട്ടി. ആരാധന 1,75,000 കിട്ടി. 2,25,000. ഓക്കെ. 2,25,000 അല്ലേ? 2,25,000 മൈനസ് 40%. ഓക്കെ, ശരിയാണ്. 1,75,000. അങ്ങനെയാണെങ്കിൽ ഇതാ സുബിത എന്തായാലും മിസ്സായ ക്ലാസിന്റെ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായിട്ടില്ലേ? ആ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഞാൻ ഒന്നുകൂടി ഷോർട്ട് ആയിട്ട് വേണമെങ്കിൽ. ഇല്ല, ഇല്ല അല്ലേ? അതായത് നമ്മൾ ഒന്നുമില്ല. ഇനീഷ്യലി പ്രോബ്ലം വരുമ്പോ ഇനിയിപ്പോ എങ്ങനെയാണെന്നുള്ളത് ആ ഒരു ആ കൺസേൺ നമ്മളിപ്പം ചെയ്ത് മാത്രമേ ഞാൻ ഉള്ളൂ. ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ഹോംവർക്ക് വരുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അതിൽ ടെർമിനൽ ക്യാപിറ്റലിലേക്കൊന്നും നമ്മൾ കടന്നിട്ടില്ല. ഓക്കെ, അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഇനി വരാനുണ്ട്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇതാ നമ്മള് ഏർണിങ്സ് ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ്, നമ്മളെ ബിസിനസ്സിൽ നിന്നും ഏർണിങ്സ് ഉണ്ടാക്കിയ ആ ഒരു എമൗണ്ട് നമ്മൾ നോർമലി EBIT ആണ് നമ്മൾ യൂസ് ചെയ്യല്. സോ EBITയിൽ ഓൾറെഡി ഡിപ്രിസിയേഷൻ ലെസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിരിക്കും. ഓക്കെ, EBIT ഇൻട്രസ്റ്റും കൂടി കുറച്ചാൽ EBT. ഓക്കെ, ടാക്സ് അടയ്ക്കുന്നതിന് മുന്നേ ഉള്ള പ്രോഫിറ്റ് ആണിത്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാത്തിനും പേര് പഠിക്കും. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി. ഇതാ EBT എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്, ടാക്സിന്റെ കൺസിഡറേഷൻ ഒക്കെ വരുന്ന, ടാക്സ് അടച്ചിട്ടില്ല, അതുകൊണ്ടാണ് ബിഫോർ ടാക്സ്. ബിഫോർ ടാക്സിന് മുന്നിലുള്ള ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആണ് EBT. അതിലേക്ക് നമ്മൾ ഡിപ്രിസിയേഷൻ തിരിച്ച് ആഡ് ചെയ്താൽ, അഥവാ ആ എമൗണ്ടിലേക്ക് ഡിപ്രിസിയേഷൻ ലെസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ബിഫോർ ടാക്സ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ല, ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ. ഓക്കെ, കാരണം ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. ഡിപ്രിസിയേഷൻ നമ്മൾ EBT ലെസ് ചെയ്തപ്പം ആക്ച്വലി നമ്മളെ കയ്യിൽ നിന്ന് പൈസ പോയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ EBDT ചൂസ് ചെയ്യുന്നത്. ഓക്കെ, EBDTയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെ EBDTയിലേക്ക് എത്താൻ 3 രീതിയിൽ പറഞ്ഞിട്ട് നമ്മൾ സെയിൽസ് ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ലെസ് ചെയ്താൽ മതി. ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ലെസ് ചെയ്താൽ മതി. സെക്കൻഡ്
ഇതാ നമ്മുടെ സെയിൽസ് നമ്മുടെ ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറച്ചാൽ നമുക്ക് EBDT കിട്ടണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ഓപ്പറേറ്റിംഗ് കോസ്റ്റിൽ ഡിപ്രിസിയേഷൻ കുറയ്ക്കാൻ പറ്റില്ല. എക്സ്ക്ലൂഡിംഗ് ഡിപ്രിസിയേഷൻ ഒക്കെയുള്ള എല്ലാ എക്സ്പെൻസും കുറച്ചാൽ സെയിൽസിന് കുറച്ചാൽ നമുക്ക് EBDT കിട്ടും. ഇനി വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ സെയിൽസ് തന്നിട്ടുണ്ട്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് തന്നിട്ടുണ്ട്. സോ ഇത് രണ്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ കോൺട്രിബ്യൂഷൻ മാർജിൻ കിട്ടാൻ നമുക്ക് വരാം. അതിൽ നിന്ന് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ഈ ഫിക്സഡ് കോസ്റ്റിലാണ് ഡിപ്രിസിയേഷൻ വരിക. ഓക്കെ, ഈ ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ ഏർണിംഗ്സ് ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ്. ഡിപ്രിസിയേഷനും ടാക്സ് ഒക്കെ കുറയ്ക്കുന്നതിന് മുന്നേ എത്രയാണോ നമ്മൾ ബിസിനസ്സിൽ ഉണ്ടാക്കിയ ഏർണിംഗ്സ്, അതാണ് നമ്മുടെ EBDT അല്ലെ. സോ ഈ TFC, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ സെയിൽസിൽ നിന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് കുറച്ചാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അതിന് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറച്ചാൽ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എക്സ്ക്ലൂഡിംഗ് ഡിപ്രിസിയേഷൻ കുറച്ചാൽ നമുക്ക് EBDT കിട്ടും. സോ ഈ EBDT നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾട്ടർനേറ്റീവ് വണ്ണിൽ EBDT, അതിന് ഡിപ്രിസിയേഷൻ ലെസ് ചെയ്തിട്ട് EBTന്റെ മുകളിലാണ് നമ്മൾ ടാക്സ് അടിക്കുന്നത് അല്ലെ. അപ്പോഴാണ് നമുക്ക് ആ ടാക്സ് സേവിങ്സ് കിട്ടുക. ഈ ഡിപ്രിസിയേഷൻ എമൗണ്ട് ലെസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളെ എക്സ്പെൻസ് കൂടുന്നതും പ്രോഫിറ്റ് കുറയുന്നതും. EBDTയിൽ നിന്നും EBTയിലേക്ക് എത്തുമ്പോൾ പ്രോഫിറ്റ് കുറച്ച് കുറയും. അതുകൊണ്ട് തന്നെ നമ്മൾ അടയ്ക്കേണ്ട ടാക്സും കുറയും. അതിനാണല്ലോ നാം ഡിപ്രിസിയേഷൻ ടാക്സിൽ എന്ന് പറയുന്നത്. അങ്ങനെ EBTയിൽ നിന്നും ടാക്സ് കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് നെറ്റിംഗ് ആണ്. നമുക്ക് നെറ്റിംഗ് അല്ല, നമുക്ക് എന്താ വേണ്ടി, ക്യാഷ് ഫ്ലോ ആണ് വേണ്ടി. സോ ഓൾറെഡി ലെസ് ചെയ്തിട്ടുള്ള നോൺ ക്യാഷ് എക്സ്പെൻസ് ആയ ഡിപ്രിസിയേഷൻ തിരിച്ച് ആഡ് ചെയ്താൽ എന്ത് കിട്ടും, നമുക്ക് ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ കിട്ടും. ഇൻ കേസ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ അത് ലെസ് ചെയ്യണം. എങ്ങാനും ഇൻവെസ്റ്റ് ചെയ്ത് തിരിച്ച് കിട്ടുകയാണെങ്കിൽ അത് തിരിച്ച് ആഡ് ചെയ്യണം, ക്യാഷ് ഇൻഫ്ലോ ആണ്. ഇതൊക്കെ ചെയ്താലാണ് ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ കിട്ടുക. ഓക്കെ, സോ ഈ 5 സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്ന, അതായത് EBDTയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ ഡിപ്രിസിയേഷൻ തിരിച്ച് ആഡ് ചെയ്ത ആ ഒരു സ്റ്റേജിലുള്ള കാര്യങ്ങൾ ഒന്ന് സിമ്പിൾ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഷോർട്ട് കട്ട് നമുക്ക് ഓൾട്ടർനേറ്റീവ് 2 ചൂസ് ചെയ്താൽ കിട്ടും. അതായത് EBDT × 1 - ടാക്സ് റേറ്റിലേക്ക് നമ്മുടെ ഡിപ്രിസിയേഷൻ ടാക്സിലുള്ള എമൗണ്ട് ആഡ് ചെയ്താൽ നമുക്ക് ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ കിട്ടും. പിന്നെ നെറ്റ്വർക്ക് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതും കൂടി കൺസിഡർ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താ, പർച്ചേസ് കോസ്റ്റ് ഓഫ് അസറ്റും ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന്റെ സമയത്ത് നെറ്റ്വർക്ക് ക്യാപിറ്റലിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാനിതാ ആദ്യം കാണാൻ പോകുന്നത് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ ക്യാഷ് ഔട്ട്ഫ്ലോ, ഇതാണ് ഞാൻ ആദ്യം കാണാൻ പോകുന്നത്. ഇതാ സിമ്പിൾ ആണ്, ഓവർ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നുമില്ല. നോർമലി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്തായാലും സിമ്പിൾ ആയിരിക്കും. പർച്ചേസ് കോസ്റ്റ് ഓഫ് അസറ്റ്, ആ അസറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ചെലവാക്കിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ പർച്ചേസ് കോസ്റ്റ് ഓഫ് അസറ്റ് എന്ന് പറഞ്ഞാൽ 4,90,000 ആണ്. പ്ലസ് എനി അതർ കോസ്റ്റ് ഫോർ ഇഡിറ്റേഴ്സ്, അതിലുള്ള ഒറ്റ എക്സ്പെൻസ് തന്നിട്ടുള്ളൂ, ഇൻസ്റ്റാളേഷൻ കോസ്റ്റ്. ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് 10,000 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് അസറ്റ്, ഈ പർച്ചേസ് കോസ്റ്റ് ഓഫ് അസറ്റും ഇൻസ്റ്റാളേഷൻ കൂട്ടിയാലാണ് നമുക്ക് കോസ്റ്റ് ഓഫ് അസറ്റ് കിട്ടുക. അതാണ് നമ്മൾ ഡിപ്രിസിയബിൾ ബേസിലെ, ഈ എമൗണ്ടിന് മേലാണ് നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, 5 lakh ആണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലിൽ ഇൻവെസ്റ്റ്മെന്റ് ഇനീഷ്യൽ ടൈമിൽ ഉണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ഈ 5 lakhലേക്ക് ആഡ് ചെയ്യണം. അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സമയത്ത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടി വരില്ല. അങ്ങനെയാണെങ്കിൽ ഈ കോസ്റ്റ് ഓഫ് അസറ്റ് തന്നെയാണ് നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ക്ലിയർ അല്ലേ? ഇനി ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ നമുക്ക് 2 രീതിയിലും കാണാം. ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രം ഓൾട്ടർനേറ്റീവ് 1 ഉം 2 നമ്മൾ ഫോളോ ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ ഓൾട്ടർനേറ്റീവ് 2 മതി. ഓൾട്ടർനേറ്റീവ് 1, ഓൾട്ടർനേറ്റീവ് വണ്ണില് ഇയർ 1 മുതൽ ഇയർ 5 വരെ ഉണ്ട്. ഇയർ 1, ഇയർ 2, ഇയർ 3, ഇയർ 4, ഇയർ 5. ഓക്കെ, ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ ആദ്യം ഓൾട്ടർനേറ്റീവ് 1 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആദ്യം ഞാൻ EBDT എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. EBDT ഞാൻ എൻ്റെ ഡിപ്രിസിയേഷൻ എമൗണ്ട് ലെസ് ചെയ്താൽ എനിക്ക് EBT കിട്ടും, ഏർണിങ്സ് ബിഫോർ ടാക്സ്. അതിൽ നിന്ന് ഞാൻ ടാക്സ് ലെസ് ചെയ്താൽ EAT,
ഓർ നെറ്റ് ഇൻകം അല്ലെ. ആ നെറ്റ് ഇൻകത്തിലേക്ക് നമ്മൾ ഓൾറെഡി ലെസ് ചെയ്തിട്ടുള്ള നോൺ ക്യാഷ് എക്സ്പെൻസ് ആയിട്ടുള്ള ഡിപ്രിസിയേഷൻ തിരിച്ച് ആഡ് ചെയ്താൽ നമുക്ക് ഇന്ററിം ക്യാഷ് ഫ്ലോയിലേക്ക് എത്താൻ പറ്റും. ഡിപ്രിസിയേഷൻ തിരിച്ച് ആഡ് ചെയ്താൽ മതി. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. കുറച്ച് വളഞ്ഞ വഴിയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് 1 ചൂസ് ചെയ്യാണ്ട് ഓൾട്ടർനേറ്റീവ് 2 ചൂസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ ഇന്ററിം ക്യാഷ് ഫ്ലോ നമുക്ക് കിട്ടും. ഇയർ 1, 2, 3, 4, 5. ഇന്ററിം ക്യാഷ് ഫ്ലോ ഓരോ വർഷം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ക്യാഷ് ഫ്ലോ ആണ്, പ്രോഫിറ്റ് അല്ല. ഇയർ 1 ഏർണിംഗ്സ് ബിഫോർ ഡിപ്രിസിയേഷൻ ടാക്സിൽ 2,20,000 ആണ് ക്വസ്റ്റ്യനിൽ ഡയറക്ട്ലി തന്നിട്ടുണ്ട്. ഓക്കെ, അതിന് മുന്നേ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ഞാൻ അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാൻ പോകണം. 5 വർഷത്തേക്കാണ് നമ്മളെ പ്രൊജക്ടിന്റെ ലൈഫ് ഉള്ളത്. ഇത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇതാ പ്രൊജക്ടിന്റെ യൂസ്ഫുൾ ലൈഫ് 5 വർഷമാണ്. ഓക്കെ, യൂസ്ഫുൾ ലൈഫും കോസ്റ്റ് ഓഫ് അസറ്റ് ഉണ്ടെങ്കിൽ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ഇതാ ഓരോ വർഷം നമ്മൾ എത്ര എമൗണ്ട് ആണോ ഡിപ്രിസിയേഷൻ ചെയ്യേണ്ടത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അഥവാ കോസ്റ്റ് ഓഫ് അസറ്റ് ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ലൈഫ് ചെയ്താൽ മതി. അതായത് 5 lakh ഡിവൈഡഡ് ബൈ 5 അല്ലെ. 5 വർഷത്തേക്ക് ഈ 5 lakh എന്ന് പറഞ്ഞ കോസ്റ്റ്, ഈ മെഷീൻ ആയിട്ടുള്ള കോസ്റ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്യാൻ പോകണം മാച്ച് പ്രിൻസിപ്പിൾ പ്രകാരം. അങ്ങനെയാണെങ്കിൽ എല്ലാ വർഷവും ഞാൻ 1 lakh ഡിപ്രിസിയേഷൻ ഇൻകം സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യണം. ഇതാ ഇയർ 1 ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോകുന്ന ഡിപ്രിസിയേഷൻ 1 lakh ആണ്. ഡിപ്രിസിയേഷൻ 1 lakh ആണ്. അങ്ങനെയാണെങ്കിൽ ഏർണിംഗ്സ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞാൽ 1,20,000 ആയിരിക്കും. ടാക്സ് അടയ്ക്കുന്നതിന് മുന്നുള്ള ഏർണിംഗ്സ് എന്ന് പറഞ്ഞാൽ 1,20,000 ആണ്. ഓക്കെ, ഇത് ക്യാഷ് ഫ്ലോ അല്ല, ഇത് പ്രോഫിറ്റിലേക്കായി സാധനം പോകണം. കാരണം ഓൾറെഡി നോൺ ക്യാഷ് എക്സ്പെൻസ് ആയിട്ടുള്ള ഡിപ്രിസിയേഷൻ നമ്മൾ ലെസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ 1,20,000 മേലെ ഞാൻ 40% ടാക്സ് അടിക്കണം. എത്ര ടാക്സ് അടിക്കേണ്ട ആരാധന? 40%. 48,000. 48,000 അല്ലെ. 48,000 ലെസ് ചെയ്താൽ എനിക്ക് 72,000 കിട്ടും എന്റെ നെറ്റ് പ്രോഫിറ്റ് അഥവാ നെറ്റിംഗ്. ഞാൻ ഉണ്ടാക്കിയ ബിസിനസ്സിൽ ഈ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇയർ 1 ഉണ്ടാക്കാൻ പോകുന്ന പ്രോഫിറ്റ് 72,000. ഓക്കെ, പക്ഷെ നമുക്ക് പ്രോഫിറ്റ് വേണ്ട, നമുക്ക് ക്യാഷ് ഫ്ലോ ആണ് വേണ്ടി. അതായത് ഓൾറെഡി ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ലെസ് ചെയ്തിട്ടുള്ള നോൺ ക്യാഷ് എക്സ്പെൻസ് ഞാൻ തിരിച്ച് എന്റെ പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്താൽ എനിക്ക് എന്റെ പ്രോഫിറ്റിൽ നിന്നും ക്യാഷ് ഫ്ലോയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇതാ അതായത് 72,000 1 lakh തിരിച്ച് ആഡ് ചെയ്താൽ എന്റെ ഇന്ററിം ക്യാഷ് ഫ്ലോ ഇയർ 1 ഇന്ററിം ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ 1,72,000. ക്ലിയർ അല്ലേ? ഓൾട്ടർനേറ്റീവ് 1 ക്ലിയർ അല്ലേ? അതുപോലെ എല്ലാ ഇയേഴ്സിനെയും അവിടെ ഫില്ല് ചെയ്യുന്നുണ്ട്. 2,25,000 ആണ്. 2,25,000 അതിൽ നിന്ന് 1 lakh ലെസ് ചെയ്യുന്നു ഡിപ്രിസിയേഷൻ. അങ്ങനെയാണെങ്കിൽ 1,25,000 കിട്ടുന്നു ഏർണിംഗ്സ് ബിഫോർ ടാക്സ്. 1,25,000 ഇൻറ്റു 40% ചെയ്താൽ 50,000 ആണ് ഞാൻ ഇയർ 2 അടയ്ക്കേണ്ട ടാക്സ്. ഓക്കെ, അത് ലെസ് ചെയ്താൽ 75,000 ആണ് എന്റെ നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റിലേക്ക് ഞാൻ എന്റെ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് എല്ലാ വർഷവും സെയിം ഡിപ്രിസിയേഷൻ ആണ്, കാരണം സ്ട്രേറ്റ് ലൈൻ ഡിപ്രിസിയേഷൻ മെത്തേഡ് ആയതുകൊണ്ട്. അങ്ങനെ ചെയ്താൽ 1,75,000 ആയിരിക്കും ഇയർ 2 ഇന്ററിം ക്യാഷ് ഫ്ലോ. ഓക്കെ, ഈ ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഇയർ 2 നമുക്ക് കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ആ ഒരു ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ 1,72,000. സ്ട്രേറ്റ് ലൈൻ ഡിപ്രിസിയേഷൻ മെത്തേഡിനെ പറ്റി നോട്ടോ അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ലല്ലോ അല്ലെ? ഇല്ല, സ്ട്രേറ്റ് ലൈൻ ഡിപ്രിസിയേഷൻ ഓരോ ചിന്തിക്കാനൊന്നുമില്ല. അതായത് ഇന്നലെ ക്ലാസ്സിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞായിരുന്നു സ്ട്രേറ്റ് ലൈനും പെർസെന്റേജ് തമ്മിൽ ഡിഫറൻസ്. അതായത് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും സെയിം ഡിപ്രിസിയേഷൻ ആണ്. അതായത് എല്ലാ വർഷവും നമ്മൾ ഡിപ്രിസിയേഷൻ ചെയ്യുന്ന എമൗണ്ടിന്റെ പെർസെന്റേജ് സെയിം ആണ്. അതായത് ഇയർ 1 മുതൽ 5 വരെ എല്ലാ വർഷവും ഞാൻ ഡിപ്രിസിയേഷൻ ചെയ്യുന്നത് 1 lakh ആണ്. അത് 1 lakhന്റെ അത് നമ്മുടെ കോസ്റ്റ് ഓഫ് അസറ്റ് ആയ 5 lakhന്റെ എത്ര പെർസെന്റേജ് ആണെന്ന് വെച്ചാൽ 20% ആണ്. അങ്ങനെ ഇയർ 1 20%, ഇയർ 2 വീണ്ടും 20%, അങ്ങനെ 3, 4, 5 5 20% ചെയ്താൽ നമ്മളെ കംപ്ലീറ്റ് കോസ്റ്റ് ഓഫ് അസറ്റ് കംപ്ലീറ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത്. ഇനി അത് പെർസെന്റേജിൽ മെത്തേഡിലേക്ക് വരുമ്പോൾ അത് എല്ലാ വർഷത്തെ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ചേഞ്ച് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് സ്ട്രേറ്റ് ലൈൻ മെത്തേഡിലാണ്, പിന്നെ നമ്മൾ അതിലേക്ക് പോവാം. അതും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ടോപ്പിക്കാണ്. ഓക്കെ, സ്ട്രേറ്റ് ലൈൻ മെത്തേഡിനെ കുറിച്ച് നോട്ടൊന്നും എഴുതേണ്ട ആവശ്യമില്ല. അതായത് എല്ലാ വർഷവും നമ്മുടെ ഈ അസറ്റിന്റെ കോസ്റ്റ് അതിന്റെ യൂസ്ഫുൾ ലൈഫിലേക്ക് ഈക്വൽ ആയിട്ട് അലോക്കേറ്റ് ചെയ്യുന്നതാണ് സ്ട്രേറ്റ് ലൈൻ ഡിപ്രിസിയേഷൻ. അഥവാ
എല്ലാ വർഷവും സെയിം ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ആണ്. ഇതിപ്പോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇപ്പൊ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് വെച്ചിട്ടല്ലേ, അങ്ങനെയല്ലേ? അതെ, ഇനീഷ്യൽ ആ. ഇൻവെസ്റ്റ്മെന്റ് അല്ല, നമ്മുടെ കോസ്റ്റ് ഓഫ് അസറ്റ്. ഈ കോസ്റ്റ് ഓഫ് അസറ്റ്. അസറ്റ് ആണ്, അതെ, കോസ്റ്റ് ഓഫ് അസറ്റ് ആണ് ഡിപ്രിസിബിൾ ബേസ്. അതിന്റെ കൂടെ എങ്ങാനും നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റും കോസ്റ്റ് ഓഫ് അസറ്റും ഡിഫറെന്റ് ആയിരിക്കും. സോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന്റെ മേലല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആ അസറ്റിന് വേണ്ടി എത്ര ചെലവായോ അതാണ് നമ്മൾ കോസ്റ്റ് ഓഫ് അസറ്റ്. അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ ഞാൻ ഡിപ്രിസിബിൾ ബേസ്, ഡിപ്രിസിയേഷൻ ചെയ്യാനുള്ള ബേസ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് ഓഫ് അസറ്റ് ആണ്. ഈ കേസിൽ 5 lakh ആണ്, കാരണം ഈ പർച്ചേസ് കോസ്റ്റ് ഓഫ് അസറ്റ് 4,90,000 ഞാൻ കൊടുത്ത അസറ്റിന് വേണ്ടിയിട്ടാണ്. ഇൻസ്റ്റാളേഷൻ കോസ്റ്റ്, ഓക്കെ, അതും ഞാൻ അസറ്റിന് വേണ്ടി ചെലവാക്കിയതാ. സോ ഈ 5 lakh ആണ് ഞാൻ ഡിപ്രിസിയേഷൻ ചെയ്യേണ്ടത്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ എല്ലാ വർഷവും സെയിം ഡിപ്രിസിയേഷൻ ആണ്. ഈ 5 ലക്ഷം ചെലവായത് ഈക്വൽ ആയിട്ട് 5 വർഷത്തേക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതേ ഡിപ്രിസിയേഷൻ, സ്ട്രെയിറ്റ് ലൈൻ ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇയർ 3 2,60,000 ആണ് ടാക്സ് അടച്ചത്. ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് എല്ലാ വർഷവും സെയിം ആണ്, 1 lakh ആണ്. ഇങ്ങനെയാണെങ്കിൽ 1,60,000 ആയിരിക്കും എന്റെ ഏർണിംഗ്സ് ബിഫോർ ടാക്സ്. ഓക്കെ, അതിന് ഞാൻ 1,60,000 ഇൻറ്റു 40% ചെയ്താൽ 64,000 ആണ് എന്റെ ടാക്സ് എക്സ്പെൻസ്. 64,000 മൈനസ് 1,60,000 ചെയ്താൽ 96,000 ആണ് എന്റെ നെറ്റ് പ്രോഫിറ്റ്. 96,000. ഈ 96,000ലേക്ക് ഞാൻ എന്റെ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ്, നോൺ ക്യാഷ് എക്സ്പെൻസ് ആയിട്ടുള്ളത് ആഡ് ചെയ്താൽ 1,96,000 ആണ് ഇയർ 3 ഞാൻ കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ. ഓക്കെ, ഇയർ 3 ഇത്ര കിട്ടുന്നതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ക്യാഷ് ഫ്ലോ. അത് കടന്നു നിൽക്കട്ടെ. ഇയർ 4 2,30,000 ആണ്. ഓക്കെ, ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആയിട്ട് എല്ലാ വർഷവും സെയിം ആയിരിക്കും. ഇയർ 5 2,10,000 ആണ് ഏർണിംഗ്സ് ബിഫോർ ഡിപ്രിസിയേഷൻ ആൻഡ് ടാക്സ്. അതിന് ഞാൻ 1 lakh ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ലെസ് ചെയ്യുന്നുണ്ട്. ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് എല്ലാ വർഷവും സെയിം ആണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ. നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ പെർസെന്റേജ് മെത്തേഡിലേക്ക് പോകും, അപ്പൊ നോക്കിയാൽ മതി. ഇവിടെ 1,30,000 ആണ് എന്റെ EBT. അതിന് ഞാൻ 1,30,000 ഇൻറ്റു 40% ചെയ്താൽ 52,000 ആണ്. 52,000 ആണ് ഞാൻ അടിക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത്. മൈനസ് 1,30,000 ചെയ്താൽ 78,000 ആണ് എന്റെ നെറ്റ് പ്രോഫിറ്റ്. ഇയർ 4 78,000. അതിലേക്ക് ഞാൻ എന്റെ നോൺ ക്യാഷ് എക്സ്പെൻസ് ആയിട്ടുള്ള ഡിപ്രിസിയേഷൻ തിരിച്ച് ആഡ് ചെയ്തു. ഈ പ്രോഫിറ്റിൽ നിന്നും ക്യാഷ് ഫ്ലോയിൽ കൺവേർട്ട് ചെയ്യാൻ. സോ 1,78,000 ആണ് ഇയർ 4 ഞാൻ കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഫോർത്ത് ഇയർ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ. ഓക്കെ, ഇവിടെ 2,10,000 നിന്നും 1 lakh ലെസ് ചെയ്താൽ 1,10,000 ആണ്. 1,10,000 ആണ് ഏർണിംഗ്സ് ബിഫോർ ടാക്സ്. 1,10,000ന്റെ 40% ലെസ് ചെയ്താൽ 44,000 ആണ് ടാക്സ് എക്സ്പെൻസ്. അത് 1,10,000 ഞാൻ ലെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ് അഥവാ നെറ്റ് ഇൻകം എന്ന് പറഞ്ഞാൽ 66,000 ആണ്. ഓക്കെ, 66,000ലേക്ക് ഞാൻ നോൺ ക്യാഷ് എക്സ്പെൻസ് ആയിട്ടുള്ള ഡിപ്രിസിയേഷൻ തിരിച്ച് ആഡ് ചെയ്താൽ ഈ പ്രോഫിറ്റിൽ നിന്നും എനിക്ക് ക്യാഷ് ഫ്ലോയിലേക്ക് മാറ്റാൻ പറ്റും. അതാണ് 1,66,000 അല്ലെ. നമ്മൾ ഓൾട്ടർനേറ്റീവ് 1 ചൂസ് ചെയ്തപ്പോൾ കുറച്ച് വളഞ്ഞ വഴിയിലൂടെ ആണെങ്കിലും നമ്മൾ ഇന്റർനെറ്റ് ക്യാഷ് ഫ്ലോയിലേക്ക് എത്തിയില്ലേ. ഇയർ 1 നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് ആയിട്ട് മുന്നോട്ട് ഈ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് 5 lakh ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ സ്പെൻഡ് ചെയ്ത് ഈ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഭാവിയിൽ കിട്ടുന്ന എക്സ്പെക്ട് ചെയ്യുന്ന ഇത്രയും ക്യാഷ് ഫ്ലോസ് ആണ് ഇവിടെ എഴുതിയത്. ഓക്കെ, ഇയർ 1 1,72,000 കിട്ടും, ഈ 1,75,000 ഇയർ 2 കിട്ടും, ഇയർ 3 ഇത്ര കിട്ടും, ഇയർ 4 5 കിട്ടും, നമുക്ക് മനസ്സിലായി. സോ ഇതാണ് ഓൾട്ടർനേറ്റീവ് 1 സംഭവിക്കുന്നത്. ഇതേ സെയിം സംഭവം ഈ ഒരു 1,72,000 കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓൾട്ടർനേറ്റീവ് 1 ചൂസ് ചെയ്യാണ്ട് ഓൾട്ടർനേറ്റീവ് 2 ചൂസ് ചെയ്യാൻ. സോ ഞാൻ ഓൾട്ടർനേറ്റീവ് 2 ഇവിടെ ചെയ്തിട്ടുണ്ട്. ഓൾട്ടർനേറ്റീവ് 2 എനിക്ക് 2 സ്റ്റെപ്പ് ഉള്ളൂ. അഥവാ എന്റെ EBDT ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് പ്ലസ് ഡിപ്രിസിയേഷൻ ടാക്സ് ചെയ്താൽ ആ ഒരു 2 സ്റ്റെപ്പ് ചെയ്താൽ തന്നെ എന്റെ ഇന്റർനെറ്റ് ക്യാഷ് ഫ്ലോയിലേക്ക് എത്താൻ പറ്റും. ഇവിടെ അഡീഷണൽ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അതുണ്ടെങ്കിൽ മാത്രം നമ്മൾ എടുത്താൽ മതി. ഇവിടെ അതൊന്നും പറയാത്തതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പ് എത്തുമ്പോൾ തന്നെ നമുക്ക് ഇന്റർനെറ്റ് ക്യാഷ് ഫ്ലോ കിട്ടും. നെറ്റ്വർക്ക് ക്യാപിറ്റൽ ഇൻക്രീസ് ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം, ഡിക്രീസ് എങ്കിൽ ആഡ് ചെയ്യണം. അത് ഇവിടെ സംഭവിക്കും. അത് ഉണ്ടെങ്കിൽ മാത്രം. ക്വസ്റ്റ്യൻ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഓൾട്ടർനേറ്റീവ് 1 ഇയർ 1 മുതൽ 5 വരെ ഉണ്ട്. ഇയർ 1, ഇയർ 2, ഇയർ 3, ഇയർ 4, ഇയർ 5. നമുക്ക് നേരത്തെ കിട്ടിയ സെയിം ഇന്റർനെറ്റ് ക്യാഷ് ഫ്ലോ ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷോർട്ട് കട്ട് ഞാൻ യൂസ് ചെയ്യാണ്. ഇതിന്റെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ EBDT
ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ്. അതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് കോൺസെപ്ച്വലി മനസ്സിലാവണം. എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നില്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇതാ നമ്മൾ EBDT എന്നാണ് ഡയറക്റ്റ് ടാക്സ് കുറയ്ക്കാൻ പോകുന്നത്. ഓക്കെ, 1 മൈനസ് ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ ടാക്സ് കുറച്ച് എമൗണ്ടിന് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ ടാക്സ് കുറച്ച് പോലെ തന്നെയാണ്. EBDT ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഇതായില്ല. EBDTയിൽ നിന്നും ഡയറക്റ്റ് ടാക്സ് റേറ്റ് കുറച്ചാൽ എന്താണ് കിട്ടുന്നത്, അതന്നെ ഈ സെയിം സംഭവത്തിൽ കിട്ടുക. ഓക്കെ, സോ ദ EBDT ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് ചെയ്താൽ നമുക്ക് ഇതാ EBDT എന്നാണ് ടാക്സ് പോയത്. ഓക്കെ, അത് എമൗണ്ട് ചെയ്തപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. ആദ്യം എമൗണ്ട് ചെയ്തിട്ട് എന്താ EBDT ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് പ്ലസ് ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ്. ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് ഓൾട്ടർനേറ്റീവ് വണ്ണിൽ നമ്മളെ ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് നമുക്ക് കിട്ടുന്നുണ്ട്. ആക്ച്വലി ഇതാ ഈ ഡിപ്രിസിയേഷൻ കുറയുമ്പോൾ നമ്മളെ ടാക്സബിൾ എമൗണ്ട് ഓൾറെഡി കുറയുന്നുണ്ട്. ഈ 1,20,000 മേലാണ് നമ്മൾ 48,000 ടാക്സ് അടിക്കുന്നത്. ഓൾറെഡി ഡിപ്രിസിയേഷൻ ടാക്സ് ഷീൽഡ് ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് അവിടെ ലെസ് ചെയ്തപ്പോൾ ഓൾറെഡി നമുക്ക് കിട്ടി. ഇവിടെ ഇതാ ഈ ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യാണ്ട് ഡയറക്റ്റ് 2,20,000 മേലാണ് നമ്മൾ എന്തടിക്കാൻ പോണത്, ടാക്സ് അടിക്കാൻ പോണത്. അത് ആക്ച്വലി ഓൾട്ടർനേറ്റീവ് വണ്ണിലെ കാര്യങ്ങളാണ് ആക്ച്വലി നടക്കുന്നത്. നമ്മൾ ആക്ച്വലി ഗവൺമെന്റിലേക്ക് അടിക്കുന്ന ടാക്സ് എന്ന് പറഞ്ഞാൽ 40,000 ആണ്. ഈ ഓൾട്ടർനേറ്റീവ് വണ്ണിൽ കിട്ടി 1,72,000 സിമ്പിൾ ആയിട്ട് കിട്ടാൻ വേണ്ടി ഓൾട്ടർനേറ്റീവ് 2 ചൂസ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ഇതാ അങ്ങനെയാണെങ്കിൽ ഏർണിങ്സ് ബിഫോർ ഡിപ്രിസിയേഷൻ ടാക്സ് 2,20,000 ആണ്. 2,20,000 നിന്നും ഞാൻ 40% ലെസ് ചെയ്താൽ ഒന്നെങ്കിൽ 2,20,000 മൈനസ് 40% ചെയ്യാം, അല്ലെങ്കിൽ 1 മൈനസ് ടാക്സ് റേറ്റ്. ഇവിടെ 1 മൈനസ് ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞാൽ 0.6 അല്ലെങ്കിൽ 60% ആണ്. എങ്ങനെയാണെങ്കിലും ചെയ്യാം. 2,20,000 നിന്നും 40% ലെസ് ചെയ്താൽ 1,32,000 കിട്ടും. അല്ലെങ്കിൽ 2,20,000 ഇൻറ്റു 60% ചെയ്താൽ 1,32,000 കിട്ടും. എന്തുകൊണ്ട് ഓൾട്ടർനേറ്റീവ് 1ലും 2ലും എമൗണ്ടുകൾ സെയിം ആവാൻ പോകുന്നത് ഇതാ ഞാനിവിടെ ഈ തരാം. ഇപ്പോ ഈ 2,20,000 നിന്നാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് ലെസ് ചെയ്തത്, 40% ലെസ് ചെയ്തത്. അഥവാ നേരത്തെ നമ്മൾ 1,20,000 40% ആയിരുന്നു ടാക്സ് അടിച്ചത്. ഓക്കെ, ഓൾട്ടർനേറ്റീവ് 2ലേക്ക് വന്നപ്പോൾ EBDT എന്നാണ് ഡയറക്റ്റ് നമ്മൾ ടാക്സും കൂടെ ലെസ് ചെയ്തത്. ഓക്കെ, അഥവാ ഈ EBDT ഡയറക്റ്റ് ടാക്സ് കുറച്ചിട്ട് ഈ ഇന്ത്യൻ ക്യാഷ് ഫ്ലോയിലേക്ക് എത്തിയ പോലാണ് 1,72,000 പകരം 1,32,000 ആയിട്ടുള്ളൂ. നമുക്കൊരു 40,000 കൂടി കിട്ടാനുണ്ട്. അത് എവിടുന്ന കിട്ടുക? അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇന്ത്യൻ ക്യാഷ് ഫ്ലോയിൽ കുറച്ചും കൂടി അധികം ക്യാഷ് ഫ്ലോ ഇവിടെ വന്നത് എന്താന്ന് വെച്ചാൽ ഈ ഡിപ്രിസിയേഷൻ ടാക്സിൽ കിട്ടിയോണ്ടാണ്. ഇവിടെ ഡിപ്രിസിയേഷൻ എമൗണ്ട് ലെസ് ചെയ്തിട്ട് EBTക്കാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത് ആക്ച്വലി സംഭവിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ഈ ഓൾട്ടർനേറ്റീവ് 2ലെത്തുമ്പോൾ സെയിം എമൗണ്ട് കിട്ടുന്നത് വെച്ചാൽ ഇവിടെ EBDT എന്നാണ് ഡയറക്റ്റ് ടാക്സ് കുറയ്ക്കുന്നത്. സോ കൂടുതൽ ടാക്സ് അടിച്ച പോലെ ഫീൽ ചെയ്യും. അതായത് ഇവിടെ ഞാൻ എത്ര എമൗണ്ട് ടാക്സാ കുറച്ചത്, ഇവിടെ 2,20,000 40% ഞാൻ കുറച്ചിട്ടുണ്ട്. അഥവാ 88,000 ആണ് ഈ 2,20,000 ലെസ് ആയത്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഒരു മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ 2,20,000 EBDTയിൽ നിന്നും 88,000 ലെസ് ചെയ്തപ്പോഴാണ് ഈ 1,32,000 എത്തിയത്. ഓക്കെ, ശരിക്കും ഞാൻ 88,000 ടാക്സ് അടിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാൻ ആക്ച്വലി ഗവൺമെന്റിലേക്ക് പേ ചെയ്ത ടാക്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓൾട്ടർനേറ്റീവ് വണ്ണില്. ഞാൻ ആക്ച്വലി അടച്ച ടാക്സ് എന്നാൽ 48,000 ആണ്. പക്ഷെ ഓൾട്ടർനേറ്റീവ് 2ൽ എത്തിയപ്പോൾ ഈ 2,20,000 നിന്നും 88,000 ആണ് ഞാൻ ലെസ് ചെയ്തത്. അങ്ങനെയാണ് 1,32,000 കിട്ടി. ആക്ച്വലി ഞാൻ 88,000 ഒന്നും ടാക്സ് അടിച്ചിട്ടില്ല. ഞാൻ 48,000 അടച്ചിട്ടുള്ളൂ. ഇങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട് ഓൾട്ടർനേറ്റീവ് 1ലും 2ലും സെയിം കിട്ടുന്നു, അതിന്റെ ഒരു തെളിവാണ് ഞാൻ പറയുന്നത്. ഞാൻ 88,000 ആണ് ഇവിടെ ടാക്സ് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് റെഡ്യൂസ് ആയത്. പക്ഷെ ആക്ച്വലി ഞാൻ 48,000 അടിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ടാണ്? ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞ എക്സ്പെൻസ് ഞാൻ EBDT ലെസ് ചെയ്തിട്ടില്ല. നേരത്തെ EBTക്ക് വേണ്ടി ഞാൻ ടാക്സ് അടിച്ചപ്പോൾ ഇവിടെ EBDT മുകളിൽ ടാക്സ് അടിച്ച് കൂടുതൽ ടാക്സ് ഞാൻ അവിടെ ലെസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൂടുതൽ ടാക്സ് EBDTയിൽ നിന്നും ലെസ് ആയിട്ടുണ്ട്, അഥവാ 88,000. പക്ഷെ ആക്ച്വലി നമ്മൾ 48,000 അടിച്ചിട്ടുള്ളൂ. ആ ഡിഫറൻസ് ആണ് 40,000. ഈ 40,000 ആണ് നമ്മൾ ഡിപ്രിസിയേഷൻ ടാക്സിൽ. ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറഞ്ഞത്. ആ ഒരു ഡിപ്രിസിയേഷൻ ടാക്സിൽ അഥവാ ഡിപ്രിസിയേഷൻ റെക്കോർഡ് ചെയ്തുകൊണ്ട് നമ്മൾ ടാക്സിൽ സേവ് ചെയ്ത് ഈ ഒരു എമൗണ്ട് തിരിച്ച് ആഡ് ചെയ്താൽ 40,000 ഡിപ്രിസിയേഷൻ ടാക്സിലും കൂടി ആഡ് ചെയ്താൽ നമുക്ക് നമ്മുടെ ഇന്ത്യൻ ക്യാഷ് ഫ്ലോ കിട്ടും 1,72,000. ഓക്കെ, ഇനി എങ്ങനെ ഡിപ്രിസിയേഷൻ ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് പഠിച്ചിട്ടുണ്ട്. ആരാധന ഡിപ്രിസിയേഷൻ ടാക്സിൽ എങ്ങനെ ഡയറക്റ്റ് കിട്ടുക? എന്തോ രണ്ട് സാധനങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് ഇൻറ്റു ടാക്സ് റേറ്റ്. അതെ, ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ഇൻറ്റു ടാക്സ് റേറ്റ് ചെയ്താൽ നമുക്ക് ഡിപ്രിസിയേഷൻ ടാക്സിൽ ഡയറക്റ്റ് കിട്ടും.
അത് മനസ്സിലായിട്ടില്ല ആക്ച്വലി, അതായത് 88,000 അധികം വന്ന് മനസ്സിലായിട്ടില്ല. അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പക്ഷെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് മാത്രം ഒരു തെളിവാണ് എന്തുകൊണ്ട് ഓൾട്ടർനേറ്റീവ് 1 2 ചൂസ് ചെയ്യുമ്പോൾ സെയിം ആൻസർ കിട്ടുന്നു. ഈ ഓൾട്ടർനേറ്റീവ് 1 നടന്ന കാര്യങ്ങളൊന്നും ഷോർട്ടായി കിട്ടാൻ വേണ്ടിയിട്ട് ഓൾട്ടർനേറ്റീവ് 2 ചൂസ് ചെയ്തു, അത്രേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇയർ 2-ലെ 2,25,000 2,25,000 മൈനസ് ടാക്സ് റേറ്റ് 40% ചെയ്താൽ EBDT into 1 മൈനസ് ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞിട്ട് 1,35,000 കിട്ടും. ഓക്കെ, ഡിപ്രിസിയേഷൻ ടാക്സിൽ എല്ലാ വർഷവും സെയിം ആണ്. കാരണം എന്താ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും 1,00,000. ഓക്കെ, ടാക്സ് റേറ്റ് പിന്നെ എന്തായാലും സെയിം ആയിരിക്കും, 40% തന്നെ ആയിരിക്കും എല്ലാ വർഷവും. അങ്ങനെയാണെങ്കിൽ ഡിപ്രിസിയേഷൻ ടാക്സിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഡിപ്രിസിയേഷൻ എക്സ്പെൻസും ടാക്സ് റേറ്റും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അഥവാ 1,00,000ന്റെ 40%, ഈ 1,00,000 ഡിപ്രിസിയേഷൻ ലെസ് ചെയ്തുകൊണ്ട് എല്ലാ വർഷവും നമ്മൾ ടാക്സ് അടിക്കുന്നതിൽ നിന്നും നമുക്ക് ഒരു 40,000 റിഡക്ഷൻ കിട്ടും, സേവിങ്സ് കിട്ടും. അഥവാ എല്ലാ വർഷത്തെ ഇയർ 1 മുതൽ 5 വരെ എല്ലാ വർഷവും നമുക്ക് കിട്ടാൻ പോകുന്ന ഡിപ്രിസിയേഷൻ ടാക്സിൽ എന്ന് പറഞ്ഞാൽ 40,000 ആണ്. ഓക്കെ, ഡിപ്രിസിയേഷൻ ടാക്സിൽ 40,000 ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതാണെങ്കിൽ ഡയറക്റ്റ് ചെയ്ത് വെക്കാം 40,000. ഓക്കെ, 40,000 എല്ലാ വർഷവും ഡിപ്രിസിയേഷൻ ടാക്സിൽ, അതിലേക്ക് EBDT 1 മൈനസ് ടാക്സ് റേറ്റ് മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇനി 2,60,000 ആണ് ഇവിടെ EBDT ഇയർ 3-ലെ. 2,60,000 മൈനസ് 2,60,000 മൈനസ് 40% ചെയ്താൽ 1,66,000 കിട്ടും. ഇവിടെ 2,30,000 ഇയർ 4-ല് 2,30,000 മൈനസ് 40% ചെയ്താൽ 1,38,000 കിട്ടും. ഇയർ 5-ല് 2,10,000 ഇയർ 5-ല് 2,10,000 മൈനസ് 40% ചെയ്താൽ 1,26,000 കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓൾട്ടർനേറ്റീവ് 2 യൂസ് ചെയ്ത് നമ്മൾ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ കണ്ടുപിടിച്ചാൽ ഇനി അതായത് ഓൾട്ടർനേറ്റീവ് 1-ൽ എന്ത് കിട്ടിയോ ആ സെയിം സാധനം കിട്ടും. 1,75,000 ആണ് കിട്ടിയത്. 1,56,000 40,000 1,96,000 ആണ്. ഓക്കെ, 1,38,000 40,000 1,78,000 ആണ്. ഇവിടെ 1,26,000 40 1,66,000 ആണ് അല്ലെ. അതായത് ഈ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ ഭാവിയിൽ കിട്ടുമെന്ന് വിചാരിക്കുന്ന എക്സ്പെക്ട് ചെയ്യുന്ന ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ഇവിടെ കിട്ടി, ഡയറക്റ്റ് കിട്ടി. ഓൾട്ടർനേറ്റീവ് 1 ആണോ 2 ആണോ? സിമ്പിള് 2 അല്ലേ. നമ്മള് ഈ 5 സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ട് കിട്ടിയ സെയിം സാധനം 1,72 1,75 1,96 1,78 1,68 ആ സെയിം സാധനം ഇവിടെ കിട്ടിയത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് കിട്ടി. ആക്ച്വലി ഈ ഓൾട്ടർനേറ്റീവ് 1-ലെ കാര്യമാണ് സംഭവിക്കുന്നത്. നമ്മൾ ആക്ച്വലി ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്ന ടാക്സ് 48,000. ഓക്കെ, അതിനെ നമ്മൾ EBDT നിന്നും ഡയറക്റ്റ് ക്യാഷ് ഫ്ലോയിലേക്ക് എത്തിച്ച് 1,32,000. സോ നമ്മൾ മിസ്സായിട്ടുള്ള ഡിപ്രിസിയേഷൻ ടാക്സിൽ തിരിച്ച് ആഡ് ചെയ്താൽ നമുക്ക് ഇന്ററിംഗ് ക്യാഷ് ഫ്ലോയിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഈ രീതിയിലാണ് എല്ലാവരും ചെയ്തത്. ഓക്കെ, സോ ഈ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ഭാവിയിൽ കിട്ടാൻ പോണ ക്യാഷ് ഫ്ലോസ് നമ്മൾ കണ്ടുപിടിച്ച്. സോ ഞാൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് മാറ്റി ചെയ്താൽ പോകണം. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഈ പ്രൊജക്ടിന് വേണ്ടി എനിക്ക് ചെലവാകുന്ന ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ 5 lakh ആണ്. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് കിട്ടാൻ പോണ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 5 വർഷത്തേക്ക് കുറച്ച് ക്യാഷ് ഫ്ലോസ് കിട്ടും. ക്യാഷ് ഫ്ലോസ് ഇയർ 1-ൽ കിട്ടും, ഇയർ 2-ൽ കിട്ടും, ഇയർ 3-ൽ കിട്ടും, ഇയർ 4-ൽ കിട്ടും, ഇയർ 5-ൽ കിട്ടും. ഇയർ 1-ൽ കിട്ടാൻ പോകുന്ന ക്യാഷ് ഫ്ലോ പറഞ്ഞാൽ 1,72,000. ഓൾട്ടർനേറ്റീവ് 1 or 2 ഏത് വേണം ചൂസ് ചെയ്യാം, കാരണം രണ്ടിൽ സീറോ. 1,75,000 1,96,000 1,78,000 പിന്നെ 1,66,000. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റും കിട്ടി, നമുക്ക് ക്യാഷ് ഫ്ലോസ് കിട്ടി. നേരത്തെ ഇത്രയും കാലം നമ്മൾ ചെയ്തതിൽ ഇത് ഡയറക്റ്റ് തന്നിട്ട് നമ്മൾ NP കണ്ടുപിടിച്ചില്ലേ. ഇപ്പൊ എന്താ എസ്റ്റിമേഷൻ ഓഫ് ക്യാഷ് ഫ്ലോസിൽ ഈ ക്യാഷ് ഫ്ലോ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടാണ് NP കാണാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്നു, 5 വർഷം കൊണ്ട് ഇത്രയും എമൗണ്ട് തിരിച്ചു കിട്ടുന്നു. ആ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ നെറ്റ് പ്രസന്റ് വാല്യൂ കാണാൻ ഈസിയാണ്. നെറ്റ് പ്രസന്റ് വാല്യൂ കാണാൻ വേണ്ടിയിട്ട് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ചെയ്താൽ മതി. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ 5 lakh നമുക്കറിയാം. നമുക്ക് കിട്ടാൻ പോകുന്ന ഈ ക്യാഷ് ഫ്ലോനെ ക്യാഷ് ഇൻഫ്ലോസിന്റെ പ്രസന്റ് വാല്യൂ എത്ര നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10% ആണ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഓക്കെ, NP നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഓക്കെ,
ഞാൻ ഡിസ്കൗണ്ട് ചെയ്യാം. ഓക്കെ, 72. 1,72,000 divided by 1.1 and plus 1,75,000 divided by 1.1. 1,75,000 divided by 1.1, 1, 2, and plus 1,96,000 divided by 1.1, 1, 2, 3, and plus 1,78,000 divided by 1.1, 1, 2, 3, 4, and plus 1,66,000 divided by 1.1, 1, 2, 3, 4, 5, and plus MRC ചെയ്താൽ എനിക്ക് ഈ ഒരു പ്രൊജക്റ്റിൽ നിന്നും കിട്ടാൻ പോകുന്ന ക്യാഷ് ഫ്ലോസിന് ഈ 5 വർഷം കൊണ്ട് പ്രോജക്റ്റ് കിട്ടാൻ പോകുന്ന ക്യാഷ് ഫ്ലോസിന്റെ ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത് 6,72,898 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ 6,72,898. ഓക്കെ, ഈ 6,72,898 പ്രസന്റ് വാല്യൂ ഉള്ള ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് വെറും 5 lakh മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. അതായത് നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് പോസിറ്റീവ് ഫിഗർ ആണ് 1,72,898. ഓക്കെ, നെറ്റ് പ്രസന്റ് വാല്യൂ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മുന്നോട്ട് പോയാൽ എനിക്ക് കിട്ടാൻ പോകുന്ന നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എമൗണ്ടാണ്. ഈ പ്രൊജക്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ തന്നെയല്ല എല്ലാവരും ചെയ്തത്. സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റും ഇന്റർനൽ ക്യാഷ് ഫ്ലോസും സിമ്പിൾ ആണ്. ടെർമിനൽ ക്യാഷ് ഫ്ലോ കുറച്ചും കൂടി ഒന്ന് അഡ്ജസ്റ്റ്മെന്റ്സ് വരും. ഓക്കെ, അവിടെയാണ് നമ്മൾ ഡീപ്പായിട്ട് പഠിക്കാൻ പോകുന്നത്. സോ ഈ ഇന്റർനൽ ക്യാഷ് ഫ്ലോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഇന്റർനൽ ക്യാഷ് ഫ്ലോ ഓൾറെഡി 1ഉം 2ഉം എല്ലാവരും പെർഫെക്റ്റ് അല്ലേ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളെ സ്റ്റാർട്ട് ചെയ്ത വിടാന്ന് വെച്ചാൽ ഇതാ. ടൈപ്സ് ഓഫ് ക്യാഷ് ഫ്ലോസ്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ പഠിച്ചു എങ്ങനെയാ കിട്ടാന്ന്. ഇന്ററിം ക്യാഷ് ഫ്ലോ എങ്ങനെയാണ് കണ്ടുപിടിച്ചു? എന്തുകൊണ്ടാണ് ഇന്ററിം ക്യാഷ് ഫ്ലോയും ടെർമിനൽ ക്യാഷ് ഫ്ലോയും ഡിഫറെന്റ് ആവുന്നതുകൊണ്ടാണല്ലോ സെപ്പറേറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇപ്പം ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ, അതായത് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ഏത് ഇയറാ ടെർമിനൽ പീരീഡ്? ആരാധന, ഈ പ്രോജക്റ്റിലെ ടെർമിനൽ പീരീഡ് ഏതാ? Year 5. ഇയർ 5. അതായത് യൂസ്ഫുൾ ലൈഫ് 5 years ആണ്. 5ാം വർഷമാണ് ഈ പ്രൊജക്ട് എൻഡ് ആവുന്നത്. ഫോർ എക്സാമ്പിൾ ഇതൊരു മെഷീനറി ആണെങ്കിൽ 5 വർഷമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ അഡ്ജസ്റ്റ്മെന്റ്സിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്തില്ല. ഇനി 5ാമത്തെ വർഷം എങ്ങാനും ഈ പ്രൊജക്ട് അവസാനിച്ച് നമ്മൾ അത് ആർക്കെങ്കിലും സ്ക്രാപ്പ് വാല്യൂ സെയിൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പം കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വരും. ഓക്കെ, ആ അഡ്ജസ്റ്റ്മെന്റ്സ് അതായത് ഈ ഇയർ 5 നമുക്ക് കിട്ടിയ ഇന്ററിം ക്യാഷ് ഫ്ലോ ഇയർ 1 1,72,000, ഇയർ 2 3 4 കിട്ടി. ഈ ഇയർ 5 പീരീഡ് ആണ് നമ്മുടെ ടെർമിനൽ പീരീഡ്. ഈ ഇയർ 5 ഒരു ഇന്ററിം പീരീഡ് കൂടിയാണ്. ഇന്ററിം ക്യാഷ് ഫ്ലോ എന്ന് നമുക്ക് പറയാം, അതുപോലെ തന്നെ ടെർമിനൽ പീരീഡും കൂടിയാണ്. കാരണം ഇയർ 1 2 3 4 എല്ലാ നടക്കുന്ന സംഗതികളും ഇയർ 5 നടക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇന്ററിം പീരീഡ് എന്ന് പറയാം. പക്ഷേ ഇയർ 5 ആ പ്രൊജക്ട് അവസാനിക്കുന്നതുകൊണ്ട് ഇയർ 5 ആണ് നമ്മൾ ടെർമിനൽ ക്യാഷ് ഫ്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഇന്ററിം ക്യാഷ് ഫ്ലോ ആയിട്ടുള്ള 1,66,000 ഈ 1,66,000 കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് പ്ലസും മൈനസും ചെയ്താൽ നമ്മൾ ടെർമിനലിലേക്ക് എത്തും. ഓക്കെ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് പ്രൊജക്ട് അവസാനിക്കുമ്പോൾ നമ്മളൊരു പ്രൊജക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അതിന്റെ അവസാനത്തെ വർഷം അത് അവസാനിക്കുകയാണെങ്കിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്, എന്തൊക്കെ ക്യാഷ് ഇൻഫ്ലോസും ക്യാഷ് ഔട്ട്ഫ്ലോസും നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഹെഡിങ് ഏതാണ്? ടെർമിനൽ ക്യാഷ് ഫ്ലോ. നോട്ടിലൊരു ഹെഡിങ് എഴുതുമ്പോൾ ടെർമിനൽ ക്യാഷ് ഫ്ലോ. അത് കഴിഞ്ഞിട്ട് ടെർമിനൽ ക്യാഷ് ഫ്ലോ അതായത് നമ്മൾ ഓൾറെഡി EBDTന്റെ 1 - ടാക്സ് റേറ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ ടാക്സ് ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ഒരു ഇന്ററിം ക്യാഷ് ഫ്ലോ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് വരുമ്പോഴാണ് ഈ ഇന്ററിം മാറിയിട്ട് ടെർമിനലായി മാറാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ടെർമിനൽ ക്യാഷ് ഫ്ലോന്റെ ഫസ്റ്റ് ഐറ്റം എന്തായിരിക്കും? സാൽവേജ് വാല്യൂ ആയിരിക്കും. അല്ലല്ല, സാലറി വാല്യൂ ഉണ്ട്. അതായത് ഇയർ 5 സാലറി വാല്യൂ ഒക്കെ വരുന്നതിന് മുന്നേ സ്റ്റാർട്ടിങ് ഏത് എമൗണ്ട് ആയിരിക്കണം ഞാൻ തുടങ്ങേണ്ടത്? ഇയർ 5 ഞാൻ ഓൾറെഡി 66,000.
അതെ 1,66,000. അതെ, ഈ 5th ഇയർ ഈ ടെർമിനൽ പീരീഡിൽ ഞാൻ ഓൾറെഡി ഏൺ ചെയ്ത് 1,66,000 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ ടെർമിനൽ ക്യാഷ് ഫ്ലോന്റെ ഫസ്റ്റത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ ആണ്. അതായത് ലാസ്റ്റ് ഇയറിൽ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ. ഈ പ്രോജക്റ്റിന്റെ ലൈഫ് 5 years ആണ്. അങ്ങനെയാണെങ്കിൽ 5th ഇയറിൽ നമ്മൾ ഓപ്പറേഷൻസിലൂടെ നേടിയെടുത്ത ക്യാഷ് ഫ്ലോ, അതായത് സെയിൽസ് ഒക്കെ നടത്തി കോസ്റ്റ് കുറച്ചുകളൊക്കെ ലെസ് ചെയ്ത് EBDT എത്തി, ഡിപ്രിസിയേഷൻ ഒക്കെ ലെസ് ചെയ്ത് ഡിപ്രിസിയേഷൻ ടാക്സിലൊക്കെ തിരിച്ച് ആഡ് ചെയ്തിട്ട് നമ്മൾ ഓപ്പറേഷൻസിലൂടെ ഏൺ ചെയ്ത ക്യാഷ് ഫ്ലോ ആണ് 1,60,000. ഓക്കെ, സോ ടെർമിനൽ ക്യാഷ് ഫ്ലോയുടെ ഫസ്റ്റ് ഐറ്റം എന്താണെന്ന് വെച്ചാൽ ഇത് ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ ആണ്. ലാസ്റ്റ് ഇയറിലെ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോ. ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ലാസ്റ്റ് ഇയറിൽ നമ്മൾ ഓപ്പറേഷൻസിലൂടെ എത്രയാണോ ക്യാഷ് ഫ്ലോ ഏൺ ചെയ്തത് അതായിരിക്കും. ഫോർ എക്സാമ്പിൾ 1,60,000 1,66,000 ആണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ. ഓക്കെ, ഇനി അതിലേക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് വരും. ഓക്കെ, ആ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ് എനിക്ക് ആ ഇയർ ഫൈനൽ വരാൻ പോണത്? നിങ്ങൾ അസ്യൂം ചെയ്യേണ്ടത്, ഫോർ എക്സാമ്പിൾ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു മെഷീനറി ആണ്. ഓക്കെ, ആ മെഷീനറിക്ക് വേണ്ടി ഇയർ 0 ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 5 lakh ആണ്. 5 വർഷം കഴിഞ്ഞ് അതിൽ നിന്ന് കിട്ടാൻ പോണ ബെനിഫിറ്റ് ഒക്കെ നമ്മൾ നേടിയെടുത്തു. ഇനി ആ മെഷീൻ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. എന്താ ചെയ്യാൻ പറ്റുക ആ മെഷീന്? നിങ്ങൾ പറഞ്ഞത് ആ മെഷീൻ കൊണ്ട് എനിക്ക് യൂസേജ് നടക്കില്ല. ഇനി എന്താ മെഷീൻ എനിക്ക് ചെയ്യാൻ പറ്റുക? സെയിൽ ചെയ്യാൻ സെയിൽ ചെയ്യാൻ പറ്റില്ല. Yeah, ട്രാക്ക് yes. ചെയ്ത് ഓക്കെ, അത് ഫോർ എക്സാമ്പിൾ ഞാൻ ഫ്രൂട്ടി എന്ന് പറഞ്ഞ കമ്പനി റൺ ചെയ്യുന്ന ഒരു ബിസിനസ്സുകാരനാണ്. എനിക്ക് ആ മെഷീനോട് ഇനി ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ ആ മെഷീൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുപ്പമുള്ള മെഷീനാണ്. ഓക്കെ, അതില് കുറെ പാർട്സ് ഉണ്ട്. അതിന്റെ ബാറ്ററി അല്ലെ, അതിന്റെ സ്റ്റീല്, അതിന്റെ കോപ്പർ ഒക്കെ ഒരുപാട് പാർട്സ് ഉണ്ടാവും. അതിനൊക്കെ ഒരു സാൽവേജ് വാല്യൂ ഉണ്ടാവില്ല അല്ലെ, തുരുമ്പ് വില കിട്ടൂലേ, തൂക്കി വിറ്റാൽ ചില്ലർ എന്തെങ്കിലും കിട്ടൂലേ. അങ്ങനെയാണെങ്കിൽ ഈ ഇന്റർ ക്യാഷ് ഫ്ലോ, ഈ ഫൈനൽ ഇയർ ക്യാഷ് ഫ്ലോയില് എനിക്ക് കിട്ടാൻ ഒരു ചാൻസ് ഉള്ള എമൗണ്ട് ആണ് ആ ഒരു മെഷീന്റെ സാൽവേജ് വാല്യൂ അല്ലെ. ഞാനിതാ സാൽവേജ് വാല്യൂ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞൊരു എമൗണ്ട് എനിക്ക് കിട്ടിയാൽ ഞാൻ എന്റെ ഇന്ററിംഗ് ക്യാഷ് ഫ്ലോയിലേക്ക് എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ? ലെസ് ചെയ്യണം. സാൽവേജ് വാല്യൂ നമ്മൾ ക്യാഷ് അങ്ങോട്ട് കിട്ടുന്നതാണ്. അതെ, ഓക്കെ, ക്യാഷ് ഇൻഫ്ലോ. ക്യാഷ് ഇൻഫ്ലോ അല്ലേ സാൽവേജ്. നമ്മൾ ആ മെഷീൻ അവർക്ക് കൊടുക്കുന്നു, അവർ ചില്ലറ പൈസ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ 5 lakhന് വാങ്ങിയ ഒരു മെഷീൻ ആണെങ്കിൽ വല്ല 20,000 25,000 കിട്ടിയാലായി. ചിലപ്പം കിട്ടും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ക്യാഷ് അല്ലെ. ആ ഫൈനൽ ഇയറിൽ ഈ 5th ഇയറിലാണ് ഈ ക്വസ്റ്റ്യനിൽ ഫൈനൽ ഇയർ 5th ഇയർ ആണ്. ആ 5th ഇയറിൽ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു എമൗണ്ട് ആണ് സാൽവേജ് വാല്യൂ. ഈ സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത് ക്യാഷ് ഇൻഫ്ലോ ആണ്. അത് ഞാൻ ആഡ് ചെയ്യണം. ഓക്കെ, പിന്നെ വരാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാല് ഞാൻ ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ 10,000 കൊടുത്തിട്ടുണ്ട്. അതായത് ആ മെഷീൻ ഇമ്പോർട്ട് ചെയ്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി എനിക്ക് 10,000 ചെലവായിട്ടുണ്ട് അല്ലെ. ഒരുപാട് വയേഴ്സ് ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് ആണ് ഇപ്പൊ ആ മെഷീൻ നമ്മളെ ഫാക്ടറിയിൽ ഉള്ളത്. അതൊക്കെ തിരിച്ചയച്ച് അവിടെ കൊണ്ടുപോയി കൊടുക്കണ്ടേ. അത് ഡിസ്പോസ് ചെയ്യാൻ, അതായത് ആ മെഷീന് ഇപ്പൊ എന്റെ ഫാക്ടറിയിലാണുള്ളത്, അതിനെ കൊണ്ട് എനിക്ക് വലിയ ഉപകാരമില്ല. പക്ഷെ എനിക്ക് അടുത്ത മെഷീനൊക്കെ വാങ്ങിയിട്ട് ഇതിന്റെ പ്രോസസ്സ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. സോ എന്റെ മെഷീനിൽ ഓൾറെഡി എന്റെ ഫാക്ടറിയിൽ ഓൾറെഡി ആ മെഷീൻ ഉണ്ട്. ഓക്കെ, മെഷീന് കുറച്ച് വയേഴ്സും ഇതൊക്കെ ഫിറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ ആ മെഷീനിന്റെ ഫാക്ടറിയിൽ ഉള്ളത്. അത് ഇൻസ്റ്റാൾ ചെയ്ത് അതേ ആൾക്കാരെ വിളിച്ചിട്ട് അത് വീണ്ടും അയക്കേണ്ടി വരും. ഓക്കെ, ഇനി ചിലപ്പോ നമ്മൾ അത് വണ്ടിയിലേക്ക് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പോർട്ടർമാർക്ക് പൈസ കൊടുക്കേണ്ടി വരും ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ സാൽവേജ് ആരാധന എന്താ ചെറുക്കണം വണ്ടി വരച്ച് പോയപ്പോ. ഓക്കെ, ഇനി ഇതാ നമ്മളെ സാൽവേജ് വാല്യൂ തരാൻ പോണ സ്ക്രാപ്പിന്റെ ഷോപ്പ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഫാക്ടറിയിൽ നിന്നും ഒരു 5 kilometer ഡിഫറൻസിലാണ് കിടക്കുന്നത്. ഓക്കെ, സോ ഈ മെഷീൻ ഞാൻ അവിടെ എത്തിച്ചു കൊടുക്കേണ്ടി വരും. ഓക്കെ, അതിന് ഞാൻ ചിലപ്പം ഈ വണ്ടിക്കാർക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൊടുക്കേണ്ടി വരും അല്ലെ. അപ്പം നമ്മള്
ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സമയത്ത് പ്ലസ് എനി അതർ കോസ്റ്റ് ഫോർ റെഡി ടു യൂസ് അല്ലെ, നമ്മൾ ആ മെഷീൻ റെഡി ടു യൂസ് ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കോസ്റ്റ് വന്നോ അതൊക്കെ ഞാൻ കോസ്റ്റ് ഓഫ് അസിലേക്ക് ആഡ് ചെയ്തു അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മെഷീൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, എന്റെ ഫാക്ടറിയിൽ നിന്ന് എടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പല കോസ്റ്റും വരാൻ ചാൻസ് ഉണ്ട്. ഒന്നെങ്കിൽ അത് ഊരാൻ വേണ്ടിയിട്ട് ടെക്നീഷ്യൻസിനെ വിളിക്കേണ്ടി വരും, അവർക്കൊരു ക്യാഷ് കൊടുക്കേണ്ടി വരും അല്ലെ, പൈസ അങ്ങോട്ട് കൊടുക്കണം, ഔട്ട്ഫ്ലോ ആണ്. പിന്നെ ഇതാ മേ ബി പോർട്ടർ ലോഡ് ചെയ്യാൻ ആൾക്കാർക്ക് കൂലി കൊടുക്കേണ്ടി വരും, അതൊരു കോസ്റ്റ് ആണ്. പിന്നെ അത് സ്ക്രാപ്പിന്റെ ഷോപ്പിലേക്ക് എത്തിക്കാൻ വണ്ടിയിൽ കയറ്റിയിട്ട് അതിന്റെ പെട്രോളോ ഡീസലോ അല്ലെങ്കിൽ അതിന്റെ ആൾക്കാർക്ക് വണ്ടിക്കൂലി കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് കോസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഈ കോസ്റ്റിനെ ഞാൻ കോമൺ ആയിട്ട് ഒരു പേര് വിളിക്കാൻ പോകണം, ഡിസ്പോസൽ കോസ്റ്റ്. ഡിസ്പോസൽ കോസ്റ്റ്. ഓക്കെ, അതായത് ഈ ഒരു മെഷീൻ ഡിസ്പോസ് ചെയ്യാറ് എന്താ, ഒഴിവാക്കുക അല്ലെ. ഈ ഒരു മെഷീൻ എന്റെ ഫാക്ടറിയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കോസ്റ്റ് എനിക്ക് ആയിട്ടുണ്ടോ അതിനൊക്കെ കോമൺ ആയിട്ട് ഞാൻ പേര് വിളിച്ച് ഡിസ്പോസൽ കോസ്റ്റ്. ഇതാ ആ ഡിസ്പോസൽ കോസ്റ്റ് എനിക്ക് ഇയർ 5 വരാൻ ചാൻസ് ഉള്ള ഒരു ചെലവാണ്. ഓക്കെ, ഞാനിവിടെ ഡിസ്പോസൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് ഇവിടെ എഴുതുന്നുണ്ട്. എത്ര എമൗണ്ട് ആയിക്കോട്ടെ, ആ എമൗണ്ട് ഞാൻ ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ ഒന്ന് പറഞ്ഞ. ലെസ് ചെയ്യണല്ലേ. എന്റെ കൈമൊന്ന് പോണ എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കണം, പോട്ടർമാർക്ക് പൈസ കൊടുക്കണം, വണ്ടിക്കൂലി കൊടുക്കണം അല്ലെ, അത് ഫിറ്റ് ചെയ്തത് ഊരാൻ വേണ്ടിയിട്ട് ടെക്നീഷ്യൻസിന് പൈസ കൊടുക്കണം. ഇതൊക്കെ എന്റെ കൈമൊന്ന് പോണ ക്യാഷാ, എന്റെ കൈമൊന്ന് അങ്ങോട്ട് പോകും, എന്റെ ഔട്ട്ഫ്ലോ ആണ്. സോ ഞാൻ എന്റെ ഇന്റർ ക്യാഷ് ഫ്ലോ ഒന്ന് ലെസ് ചെയ്യണം. സാലറീസ് വാല്യൂ ഇങ്ങോട്ട് കിട്ടുന്നതായിരുന്നു, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തു. പക്ഷെ ഡിസ്പോസൽ കോസ്റ്റ് ഞാൻ അങ്ങോട്ട് കൊടുക്കേണ്ട എമൗണ്ട് ആണ്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ലെസ് ചെയ്തു. ഓക്കെ, ഇനിയാണ് നമ്മൾ കാര്യത്തിലേക്ക് കടക്കാൻ പോകുന്നത്. നമ്മള് സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എമൗണ്ടിന് ആ ഒരു സാധനം വിറ്റു അല്ലെ. നമ്മൾ ഈ ഒരു അസറ്റ് അവസാനത്തെ വർഷം സെല്ല് ചെയ്താൽ മേ ബി എനിക്ക് ലാഭം കിട്ടിയിട്ടുണ്ടാവും, ഗെയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ വിറ്റത് ലോസിനായിരിക്കും. എങ്ങനെയാണ് ഗെയിനും ലോസ് ഒക്കെ കണ്ടുപിടിക്കാന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, അതിന് റഫായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഈ അവസാന വർഷം സെല്ല് ചെയ്തു മെഷീൻ. ഫോർ എക്സാമ്പിൾ എനിക്ക് കിട്ടിയ സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ 50,000 ആണ്. ഓക്കെ, ഈ 50,000 എന്റെ കൈമലേക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് ലാഭം ആവാൻ ചാൻസ് ഉണ്ട്. ഈ 50,000 ചിലപ്പോൾ 50,000 കംപ്ലീറ്റ് ലാഭം ഉണ്ടാവില്ല, ഇതിൽ ചെറിയൊരു പൈസ ലാഭമാണെങ്കിൽ ലാഭത്തിനാണ് ഞാൻ ഈ സാൽവേജ് വാല്യൂ ഈ അസറ്റ് കൊണ്ടിട്ട് വിറ്റതെങ്കിൽ ഇതാ ചിലപ്പോൾ ഞാൻ ടാക്സ് കൊടുക്കേണ്ടി വരും ഗവൺമെന്റിലേക്ക്. ടാക്സ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഇതിന്റെ എക്സ്പെൻസ് ആണോ, അതായത് ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ആണോ? ഔട്ട്ഫ്ലോ ആണല്ലേ. മേ ബി ഞാൻ ടാക്സ് അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നാൽ, അതായത് ഞാൻ ഗെയിൻ ആണെങ്കിൽ ഞാൻ ടാക്സ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും, ടാക്സ് എക്സ്പെൻസ് ആണ്. ഓക്കെ, ഇന്റർ ക്യാഷ് ഫ്ലോയിൽ ഓൾറെഡി നമ്മൾ ടാക്സ് അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവസാന വർഷം എങ്ങാനും ആ അസറ്റ് വിൽക്കുന്നത് പ്രോഫിറ്റിനാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ നമ്മൾ ഗവൺമെന്റിലേക്ക് അങ്ങോട്ട് ടാക്സ് കൊടുക്കേണ്ടി വരും, ടാക്സ് എക്സ്പെൻസ്. ഓക്കെ, ഇനി അതല്ല, നമ്മൾ ആ സാലറീസ് വാല്യൂ സർ അത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്, എന്താ അതിന്റെ ക്രൈറ്റീരിയ? ക്രൈറ്റീരിയയിലൊക്കെ നമ്മൾ വരാൻ പോകുന്നത്. അതായത് അതിന് മുന്നേ ഈ ഫോർമാറ്റ് ഒന്ന് എഴുതിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പൊ നിങ്ങൾ ഇത്ര ചിന്തിച്ചാൽ മതി, നമ്മൾ ആ അസറ്റ് വിൽക്കുന്നത്, അസറ്റ് അവസാന വർഷം നമുക്ക് സാലറീസ് വാല്യൂ കിട്ടില്ലേ. ഫോർ എക്സാമ്പിൾ 55 ലാഖിന് വാങ്ങിയ സാധനം ഞാൻ വെറും 50,000 ആണ് വിറ്റത്. മേ ബി ഗെയിൻ ആയിരിക്കും അല്ലെങ്കിൽ ലോസ് ആയിരിക്കും അല്ലെ. അങ്ങനെ ഗെയിൻ ആണെങ്കിൽ ഞാൻ ഗവൺമെന്റിന് അങ്ങോട്ട് ടാക്സ് കൊടുക്കേണ്ടി വരും. ഇനി അതല്ല ലോസ് ആണെങ്കിൽ നമുക്ക് ഗവൺമെന്റ് ഇങ്ങോട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ടാക്സ് സേവിങ്സ് തരും. ഓക്കെ, അങ്ങനെ ആക്ച്വലി തരുന്നില്ല, റിയൽ ലൈഫിൽ അങ്ങനെ സംഭവിക്കില്ല. റിയൽ ലൈഫിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇയർ 1 ഒരു 10,000 പ്രോഫിറ്റ് ഉണ്ടാക്കി. ഓക്കെ, ഈ 10,000 മേലാണ് ഞാൻ ടാക്സ് കൊടുക്കേണ്ടത്. ഓക്കെ, ടാക്സ് പെർസെന്റേജ് എത്ര ആയിക്കോട്ടെ. ഇയർ 2 ഇതാ ഞാൻ 20,000 ലോസ് സംഭവിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇയർ 2 എനിക്ക് ലാഭമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ടാക്സ് അങ്ങോട്ടൊന്നും കൊടുക്കേണ്ടി വരില്ല. ഓക്കെ, ഞാൻ ടാക്സ് ഒന്നും കൊടുക്കുന്നില്ല. ഇനി അടുത്ത വർഷം ഇയർ 3 ഞാൻ ഉണ്ടാക്കിയ പ്രോഫിറ്റ് 40,000 ആണെങ്കിൽ ശ്രദ്ധിച്ചോ, ഇയർ 2 എനിക്ക് സംഭവിച്ച ലോസ് എനിക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ക്യാരി ഫോർവേഡ് എന്ന് പറഞ്ഞൊരു വീട്. ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യാന്നാണ് റിയൽ ലൈഫിൽ പറയാം. ക്യാരി ഫോർവേഡ് ചെയ്യാം, അതായത് ഇയർ 1 ഞാൻ 10,000 ടാക്സ് കൊടുത്തു, ഞാൻ ലാഭം ഉണ്ടാക്കിയത് 10,000 ആണ്, ഞാൻ ടാക്സ് അങ്ങോട്ട് കൊടുത്തു, ഗവൺമെന്റിന് കൊടുത്തു. ടാക്സ് എക്സ്പെൻസ് ആണ് ഇവിടെ, ടാക്സ് എക്സ്പെൻസ് ആണ്. ഓക്കെ, എന്റെ കയ്യിൽ നിന്ന് പോകും, ഔട്ട്ഫ്ലോ ആണ് അല്ലെ.
ഇയർ 2 എന്റെ ബിസിനസ്സിൽ സംഭവിച്ചത്, ഇയർ 2 പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒക്കെ എടുത്തപ്പോ എനിക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ 20 മുബസിറ അവിടെ ശ്രദ്ധിച്ചോ, ഇതാ ഇതാ ഇയർ 2 സംഭവിച്ചത് 20,000 ലോസാ. ആ ഇയർ 2 ഒരുപാട് എക്സ്പെൻസ് വന്ന് നിന്റെ ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടില്ല, -20,000 എന്റെ പ്രോഫിറ്റ് എടുക്കണം, അതായത് ലോസ് ആണ് 20,000. സോ ടാക്സ് എക്സ്പെൻസ് ഒന്നും കൊടുക്കാനില്ല അല്ലെ. അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം ഞാൻ ഉണ്ടാക്കിയ 40,000 ഞാൻ 40,000 കംപ്ലീറ്റ് ടാക്സ് കൊടുക്കണ്ട. ഈ 20,000 ലോസ് ഞാൻ ക്യാരി ഫോർവേഡ് ചെയ്താൽ, അതായത് കഴിഞ്ഞ വർഷം എത്രയാണോ ലോസ് ഞാൻ സഹിച്ചത് അത് എമൗണ്ട് കുറച്ചിട്ടുള്ള 20,000 മാത്രം ഞാൻ ടാക്സ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഈ 20,000 മാത്രം ഞാൻ ടാക്സ് അടച്ചാൽ മതി. ഇതാണ് റിയൽ ലൈഫിൽ സംഭവിക്കുന്നത്. പക്ഷേ ഈ ഇയർ 2 നമുക്ക് എത്ര ലോസ് ആണോ വന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാക്സ് എമൗണ്ട് നമുക്ക് ടാക്സ് സേവിങ്സ് ആയിട്ട് ഗവൺമെന്റ് ഇങ്ങോട്ട് തരുന്ന പോലെയാണ്. അതായത് ഇവിടെ എന്താ സംഭവിച്ചത്, ഇയർ 3 നമ്മൾ 40,000 ടാക്സ് കൊടുക്കുന്നതിന് പകരം 20,000 ടാക്സ് കൊടുത്തിട്ടുള്ളൂ അല്ലെ. നമ്മൾ അങ്ങോട്ട് ടാക്സ് കൊടുക്കേണ്ട എമൗണ്ട് കുറച്ച് കുറഞ്ഞു. അത് എന്തുകൊണ്ടാണ് വന്നത്, ഇയർ 2 നമുക്ക് ലോസ് സംഭവിച്ചുകൊണ്ടാണ് വന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ഇയർ 2 എത്രയാണോ ലോസ് വന്നത് ആ എമൗണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാക്സ് എമൗണ്ട് എനിക്ക് ഇങ്ങോട്ട് കിട്ടണ പോലെ, ടാക്സ് സേവിങ്സ് കിട്ടണ പോലെയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായിട്ടുണ്ടോ? ആക്ച്വലി റിയൽ ലൈഫിൽ, അതായത് ഇപ്പൊ നമ്മളിപ്പോ ആ ഒരു അസറ്റ് വിറ്റാൽ ലോസിനാണ് വിറ്റതെന്നുണ്ടെങ്കിൽ നമ്മളെ ഗവൺമെന്റ് നമ്മളെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടിരുന്നില്ല. ആക്ച്വലി നമുക്ക് പൈസ കിട്ടണമെന്നില്ല. പക്ഷേ അടുത്ത വർഷം നമ്മൾ എത്രയാണോ പ്രോഫിറ്റ് ഉണ്ടാക്കിയത് ആ പ്രോഫിറ്റിൽ നിന്നും ഈ വർഷം നമ്മൾ ഉണ്ടാക്കിയ ലോസ് ലെസ് ചെയ്തിട്ട്, ലോസ് ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് ആ പ്രോഫിറ്റിൽ നിന്നും കഴിഞ്ഞ വർഷത്തെ ലോസ് റെഡ്യൂസ് ചെയ്തിട്ടുള്ള എമൗണ്ടിന് മാത്രം ടാക്സ് അടിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഈ 20,000 ആയ ലോസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ടാക്സ് സേവിങ്സ് കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനിൽ ക്യാഷ് ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ശരിക്കും എന്താ സംഭവിച്ചത്, ഈ ഇയർ 2 ലോസ് വന്നുകൊണ്ട് അങ്ങോട്ട് കൊടുക്കുന്ന ടാക്സ് എമൗണ്ട്, ഫോർ എക്സാമ്പിൾ നമ്മളെ 40,000 ആണ്, ഇവിടെ 20,000. 40,000 ഒരു 30% ആണെങ്കിൽ 30% ആണെങ്കിൽ 12,000. ഓക്കെ, ടാക്സ് പെർസെന്റേജ് 30% ആണ്. ശ്രദ്ധിച്ചോ മൊബൈൽ അവിടെ ശ്രദ്ധിച്ചോ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇയർ 3 ഞാൻ 40K ഞാൻ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ 30% ടാക്സ് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്താൽ 12,000 ആയിരുന്നു ഞാൻ ടാക്സ് അടയ്ക്കേണ്ടിയിരുന്നത് ആക്ച്വലി. പക്ഷേ ഇയർ 2 ലോസ് ഞാൻ റെഡ്യൂസ് ചെയ്തിട്ട് 20,000 ടാക്സ് അടിച്ചപ്പോൾ ഞാൻ വെറും 20,000 ഇൻറ്റു 30%, അഥവാ 6,000 മാത്രമേ നമ്മൾ അടിച്ചിട്ടുള്ളൂ. അതായത് 12,000 ടാക്സ് എക്സ്പെൻസ് വന്നതിന് പകരം എന്റെ ടാക്സ് എക്സ്പെൻസ് കുറഞ്ഞിട്ട് 6,000 ആയി. ഒരു 6,000 ഞാൻ സേവ് ചെയ്തില്ലേ, ആ 6,000 എവിടുന്ന വന്നറിയാം, ഇയർ 2 ലോസ് 20,000. ഈ 20,000 ആണ് ഈ 20,000 ഇൻറ്റു ടാക്സ് റേറ്റ് 30%. ഓക്കെ, ഈ 20,000 30% ആണ് 6,000. അങ്ങനെയാണ് നമുക്ക് ആ 6,000 ടാക്സ് കുറഞ്ഞത്. അങ്ങോട്ട് കൊടുക്കേണ്ട സാധനം ഇനി കൊടുക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഈ 6,000 ഇയർ 2 നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ഇൻഫ്ലോ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ സാലറേജ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട്, അതായത് സ്ക്രാപ്പിന്റെ ആൾക്കാർക്ക് ഞാൻ വിറ്റു, ഒരു സാലറേജ് വാല്യൂ അവരെ നിന്ന് വാങ്ങില്ലേ, 5 lakhന് വാങ്ങിയ സാധനം മേ ബി 25,000 10,000 50,000 എത്രയാണ് ഇവിടെ, ഒന്നെങ്കിൽ ഗെയിൻ സംഭവിക്കും, ഒന്നെങ്കിൽ എനിക്ക് ലാഭം ഉണ്ടാവും ആ മെഷീൻ വിറ്റതായിട്ട് ബന്ധപ്പെട്ട്. അതെങ്ങനെ കണ്ടുപിടിക്കാന്നാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിന് മുന്നേ അതിന്റെ റഫ് ആയിട്ടുള്ള കാര്യം പഠിച്ചാൽ മതി. ഗെയിൻ ആണെങ്കിൽ ഞാൻ ടാക്സ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ടാക്സ് എക്സ്പെൻസ് അല്ലെ, ടാക്സ് എക്സ്പെൻസ് പറഞ്ഞാൽ ഞാൻ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ഗവൺമെന്റിലേക്ക് പേ ചെയ്യണം. എനിക്ക് ഒരു എക്സ്പെൻസ് ആണ്, ഔട്ട്ഫ്ലോ ആണ്. ഓക്കെ, ഇനി അതല്ല, എങ്ങാനും ഞാൻ വിറ്റത് ലോസിനാണെങ്കിൽ ആ ലോസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാക്സ് സേവിങ്സ് ഇൻഫ്ലോ ആയിട്ട് കിട്ടുമെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ആ ഇൻഫ്ലോ എങ്ങനെ വന്നെന്ന് മനസ്സിലായില്ലേ, അങ്ങോട്ട് കൊടുക്കേണ്ട സാധനം കുറച്ചിട്ട് കൊടുത്താൽ മതി. സോ ഇത് നമ്മൾ ഇൻഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ടെർമിനൽ പീരീഡിൽ ഈ ടെർമിനൽ പീരീഡിൽ അഥവാ ഈ ഇയർ 5 വരാൻ ചാൻസ് ഉള്ള അടുത്തൊരു ചെലവാണ് ടാക്സ് എക്സ്പെൻസ് അല്ലെങ്കിൽ ടാക്സ് സേവിങ്സിലെ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. ഏതെങ്കിലും ഒന്നേ സംഭവിക്കുള്ളൂ. ഒന്നെങ്കിൽ ലാഭം ഉണ്ടാവും, ലാഭം ഉണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, ലാഭം ഉണ്ടെങ്കിൽ എനിക്ക് ടാക്സ് എക്സ്പെൻസ് സംഭവിക്കും. ടാക്സ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഗവൺമെന്റിലേക്ക് അങ്ങോട്ട് പേ ചെയ്യണം. ടാക്സ് എക്സ്പെൻസ്
ഓക്കെ, ടാക്സ് എക്സ്പെൻസ് ആണെങ്കിൽ എനിക്ക് ഒരു ഔട്ട്ഫ്ലോ ആണ്, ഞാൻ ലെസ് ചെയ്യണം. ഇനി അതല്ല, എങ്ങാനും ലോസിനാണ് വിറ്റത്, അതുകൊണ്ട് എനിക്ക് ടാക്സ് സേവിങ്സ് കിട്ടിയാൽ, ഇതാ ടാക്സ് സേവിങ്സ് ആണ് കിട്ടുന്നതെങ്കിൽ എനിക്ക് ഗവൺമെന്റ് ഇങ്ങോട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ് അല്ലെ. ഒരു വർഷം ലാഭം ഉണ്ടാക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് ഗവൺമെന്റിന് ടാക്സ് കൊടുത്ത് സഹായിച്ചെങ്കിൽ, നമ്മുടെ ബിസിനസ് ഒരു വർഷം ലോസ് ഫേസ് ചെയ്താൽ അല്ലെ, ലാഭം ഉണ്ടാക്കുമ്പോൾ ടാക്സ് വാങ്ങണമെന്നല്ലേ, നഷ്ടം വന്നാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു ടാക്സ് സേവിങ്സ് തരും. ആ എമൗണ്ട് എന്റെ ബിസിനസ്സിലേക്ക് ഇങ്ങോട്ട് കിട്ടുന്ന എമൗണ്ട് ആണ്. സോ ആ എമൗണ്ട് ആണെങ്കിൽ ടാക്സ് സേവിങ്സ് ആണെങ്കിൽ ഞാൻ ഇൻഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യണം. സോ ഞാൻ അത് ലെസ് ചെയ്യും, അല്ല സോറി ആഡ് ചെയ്യും. ഓക്കെ, അതായത് ഒന്നെങ്കിൽ ടാക്സ് എക്സ്പെൻസോ അല്ലെങ്കിൽ ടാക്സ് സേവിങ്സോ, ഇത് ഏതെങ്കിലും ഒന്നേ സംഭവിക്കുള്ളൂ. ഞാൻ അസറ്റ് വിറ്റതായിട്ട് ബന്ധപ്പെട്ട് ഫൈനൽ ഇയറിൽ ഞാൻ അസറ്റ് ഡിസ്പോസ് ചെയ്തു, ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഫൈനൽ ഇയറിൽ അഥവാ ടെർമിനൽ പീരീഡിൽ ഞാൻ എന്റെ അസറ്റ് ഡിസ്പോസ് ചെയ്തപ്പോൾ എനിക്ക് ടാക്സ് ഗവൺമെന്റിലേക്ക് അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നാൽ എന്റെ കയ്യിൽ നിന്ന് ആ ക്യാഷ് പോകും, ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്. അത് ഞാൻ ലെസ് ചെയ്തു, അതുകൊണ്ട് അവിടെ മൈനസ് ഇട്ട്. ഇനി അതല്ല, ഞാൻ വിറ്റമെങ്കിൽ ലോസാണ് സംഭവിച്ചത്, ഗവൺമെന്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ടാക്സ് സേവിങ്സ് ഇങ്ങോട്ട് തന്നെങ്കിൽ അത് ഇങ്ങോട്ട് കിട്ടുന്ന പോലെ ഇൻഫ്ലോ ആയിട്ടാണ് ഞാൻ ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ ടാക്സ് എക്സ്പെൻസും ടാക്സ് സേവിങ്സും എന്ന പോയിന്റ് മനസ്സിലായില്ലേ? എങ്ങനെ എത്ര എമൗണ്ട് ആണ് ടാക്സ് അടയ്ക്കേണ്ടത്, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആണ് ടാക്സ് ഇങ്ങോട്ട് കിട്ടുക, ടാക്സ് സേവിങ്സ് ഇങ്ങോട്ട് കിട്ടുക, അത് നമ്മളാണ് അടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു പോയിന്റ് മനസ്സിലായിട്ടില്ലേ, എന്തുകൊണ്ട് ആ ചെലവ് നമ്മൾ ആ ഫൈനൽ ഇയറിൽ വന്നു, അത് മനസ്സിലായിട്ടില്ലേ? ഓക്കെ, ഇനി ഒറ്റ സംഭവം കൂടി അഡ്ജസ്റ്റ്മെന്റിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് പറഞ്ഞേ പറ്റൂ, അത് ഞാൻ പറയില്ല, ഇത് നിങ്ങൾക്ക് അറിയുന്ന കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പ്രോജക്റ്റിന്റെ ഫൈനൽ ഇയറിൽ നമുക്ക് വരാൻ ചാൻസ് ഉള്ള വേറെ ഏതെങ്കിലും ഒരു ക്യാഷ് എന്തെങ്കിലും കിട്ടണം. കിട്ടും, ആലോചിച്ചാൽ മതി. വർക്കിംഗ് ക്യാപിറ്റലിന്റെ അതെ, ഇൻഫ്ലോ. റിലീസ് ഓഫ് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. റിലീസ് ഓഫ് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ അഥവാ നമ്മൾ ഓൾറെഡി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിലോ അല്ലെങ്കിൽ ഇയർ 1-ലോ 2-ലോ 3-ലോ 4-ലോ എന്താ ഇതിൽ ഏതെങ്കിലും ഒരു എമൗണ്ടിൽ നമ്മൾ ഓൾറെഡി റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബിസിനസ്സിലേക്ക് ഇറക്കിയിട്ടുള്ള നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ചിലപ്പം ഈ ഇൻ ബിറ്റ്വീൻ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിലേക്ക് കൺസിഡർ ചെയ്യണം. നമ്മൾ ആ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ 5 പോയിന്റ്സിൽ ലാസ്റ്റ് പോയിന്റ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ റിലീസിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ, കംപ്ലീറ്റ് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ഫൈനൽ ഇയറിൽ അഥവാ ടെർമിനൽ പീരീഡിലാണ് തിരിച്ചു കിട്ടുക എന്നാണ് നാം അസ്യൂം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇയർ 5-ൽ അഥവാ ടെർമിനൽ ക്യാഷ് ഫ്ലോയിൽ വരാൻ ചാൻസ് ഉള്ള ഒരു എമൗണ്ട് ആണ് റിലീസ് ഓഫ് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ. റിലീസ് ഓഫ് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ഞാൻ ലെസ് ചെയ്യണോ ആഡ് ചെയ്യണം? എങ്ങനെ? റിലീസ് ഓഫ് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ എന്താ സംഭവം? ഞാൻ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ എന്താ സംഭവിക്കുന്നത്? തിരിച്ചു കിട്ടുക. തിരിച്ചു കിട്ടല്ലേ? തിരിച്ചു കിട്ടും. തിരിച്ചു കിട്ടുമ്പോൾ ഞാൻ ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ? അതിലെന്താ അത്ര കൺഫ്യൂഷൻ? ഇങ്ങോട്ട് കിട്ടല്ലേ? ആഡ് ചെയ്യണം. ആഡ് ചെയ്യണം. ഇൻഫ്ലോ അല്ലേ? ഇൻഫ്ലോ ആണ്, ഞാൻ ആഡ് ചെയ്യണം. സാലറീസ് വാല്യൂ ഇങ്ങോട്ട് കിട്ടുന്ന എമൗണ്ടാ, ഞാൻ ആഡ് ചെയ്തു. ഡിസ്പോസൽ കോസ്റ്റ് എന്റെ കൈ കൊണ്ട് അങ്ങോട്ട് പോണ എമൗണ്ടാ, ഞാൻ ലെസ് ചെയ്തു. ടാക്സ് എക്സ്പെൻസ് ഞാൻ അങ്ങോട്ട് കൊടുക്കണം, അതുകൊണ്ട് ലെസ് ചെയ്തു. ടാക്സ് സേവിങ്സ് എനിക്ക് ഇങ്ങോട്ട് കിട്ടും, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തു. നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ റിലീസ് ചെയ്യുമ്പോൾ അത് എന്താണ് എനിക്ക് ഇങ്ങോട്ട് കിട്ടുക അല്ലെ, അതുകൊണ്ടാണ് ഞാൻ തിരിച്ച് ആഡ് ചെയ്യാൻ പോകുന്നത്. റിലീസ് ഓഫ് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ എങ്ങാനും ക്വസ്റ്റ്യനിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റലും അവസാന വർഷമാണ് നമുക്ക് കിട്ടുക അല്ലെ. എന്താ ഇവിടെ സംഭവിച്ചത്? നമ്മൾ ഓൾറെഡി ഇന്ററിം ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇൻ കേസ് ആ അവസാന വർഷം ആ പ്രൊജക്ടിന്റെ യൂസ് കഴിഞ്ഞിട്ട്, ആ മെഷീന്റെ യൂസ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ആ അസറ്റിന്റെ യൂസ് കഴിഞ്ഞിട്ട് അതിനെക്കൊണ്ട് വലിയ ഉപകാരം ഇല്ലെങ്കിൽ നമുക്ക് അത് ഇനി അതിനോട് ജ്യൂസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. വെറുതെ ഫാക്ടറിയിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ, സ്ഥലം മുടക്കല്ലേ, അതിന് വിറ്റ് ഒഴിവാക്കിയേ പറ്റുള്ളൂ. സാലറേജ് വാല്യൂ കൊടുത്തിട്ട് നമുക്ക് ആസെറ്റ് വിൽക്കാൻ പറ്റും. സോ സാലറേജ് വാല്യൂ ഇങ്ങോട്ട് കിട്ടുന്ന എമൗണ്ട് ആണ്, ആ എമൗണ്ട് ഞാൻ ആഡ് ചെയ്തു. അതുപോലെ തന്നെ അത് വിൽക്കാൻ വേണ്ടി എന്തെങ്കിലും ചെലവ് വന്നിട്ടുണ്ടോ? ആ എമൗണ്ടുകൾ ഞാൻ കോമൺ ആയിട്ട് ഡിസ്പോസൽ കോസ്റ്റ് എന്ന് വിളിച്ചു, അത് ഞാൻ ലെസ് ചെയ്തു. ഓക്കെ, ഇനി ടാക്സ് എക്സ്പെൻസ്, ഞാൻ ലാഭത്തിനാണ് വിറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ടാക്സ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ഇനി നഷ്ടത്തിനാണ് വിറ്റുന്നുണ്ടെങ്കിൽ ടാക്സ് സേവിങ്സ് എനിക്ക് ഇങ്ങോട്ട് കിട്ടും. ഓക്കെ, ടാക്സ് എക്സ്പെൻസ് ആണെങ്കിൽ ഞാൻ ഔട്ട്ഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്യണം. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഇൻഫ്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന എമൗണ്ട്, ആ എമൗണ്ട് നമ്മൾ ക്യാഷ് ഫ്ലോയിലേക്ക് ആഡ് ചെയ്യണം.
ഔട്ട്ഫ്ലോ ആണെങ്കിൽ നമ്മൾ കൈമ അങ്ങോട്ട് കൊടുക്കുന്ന എമൗണ്ട് ആണ് നമ്മൾ ലെസ് ചെയ്യും. ടാക്സ് എക്സ്പെൻസ് ആണെങ്കിൽ അങ്ങോട്ട് കൊടുക്കണം, അതുകൊണ്ട് ലെസ് ചെയ്തു. ടാക്സ് സേവിങ്സ് ആണ് ഇങ്ങോട്ട് കിട്ടും, അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യും. ഇനി റിലീസ് ഓഫ് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് റിലീസ് ഓഫ് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു എമൗണ്ട് ആഡ് ചെയ്തു. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനുള്ള ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ, അതായത് റിലീസ് ഓഫ് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ഇവിടെ പ്ലസ് ആയി അല്ലെ, പക്ഷെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന്റെ സമയത്ത് ഞാൻ പ്ലസ് തന്നെ എഴുതി. എന്താ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുകൂടെ ശ്രദ്ധിച്ച് ഏതാ സമയത്ത് നമ്മള് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ തിരിച്ചു കിട്ടുമ്പോ റിലീസ് ചെയ്യുമ്പോ ഞാൻ ഇൻഫ്ലോ ആക്കിയിട്ട് പ്ലസ് ചെയ്തത് അല്ലെ ടെർമിനൽ ക്യാഷ് ഫ്ലോയിലേക്ക്. അപ്പൊ ഇവിടെ പ്ലസ് ആണല്ലോ ഇൻവെസ്റ്റ്മെന്റ് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ. എന്താ സംഭവിച്ചത്? ഞാൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന എമൗണ്ട് എന്റെ ടോട്ടൽ ഔട്ട്ഫ്ലോ അല്ലേ, ഈ 5 lakh എന്ന് പറഞ്ഞാൽ എന്റെ ഔട്ട്ഫ്ലോ അല്ലേ. ഔട്ട്ഫ്ലോയിലേക്ക് ഞാൻ ആഡ് ചെയ്താൽ ആ എമൗണ്ടും ഔട്ട്ഫ്ലോ ആയിരിക്കും. ഓക്കെ, എന്റെ കൈമന്ന് ഏതൊക്കെ എമൗണ്ട് ആണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിന്റെ സമയത്ത് എന്റെ കൈമന്ന് പോകണമെന്നാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. കോസ്റ്റ് ഓഫ് അസറ്റിന്റെ കൈമന്ന് പോകും, അതുപോലെ തന്നെ നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടും എന്റെ കൈമന്ന് പോകും. ഈ രണ്ട് എമൗണ്ടും കൂട്ടിയാലാണ് എന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുക. അത് കംപ്ലീറ്റ്ലി ഒരു ഔട്ട്ഫ്ലോ ആണ്. അപ്പൊ ഔട്ട്ഫ്ലോയിലേക്ക് ഞാൻ എന്ത് ചെയ്തു, അത് ആഡ് ചെയ്തു. ഓക്കെ, അത് തിരിച്ചു കിട്ടുമ്പോ ഇത് ശരിക്കും നമ്മളെ കൈമന്ന് പോകേണ്ട എമൗണ്ടാണ് അല്ലെ. പക്ഷെ ഇവിടെ ആഡ് ചെയ്തതെന്ന് വെച്ചാൽ ഇത് രണ്ടും ആഡ് ചെയ്താലാണ് നമ്മൾ ടോട്ടൽ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ള ക്യാഷ് ഔട്ട്ഫ്ലോ കിട്ടുക. ഓക്കെ, അങ്ങനെ നോർമലി ഒന്ന് രണ്ട് കുട്ടികൾ അങ്ങനെ ഇതിന് മുന്നേ ഒരു ഡൗട്ട് ചോദിച്ചായിരുന്നു, എന്തുകൊണ്ടാണ് രണ്ട് സ്ഥലത്തും അവിടെ പ്ലസ് വന്നത്. കൺഫ്യൂഷൻ ആവരുത്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കംപ്ലീറ്റ് ഔട്ട്ഫ്ലോ, ഈ 5 lakh കംപ്ലീറ്റ് ഔട്ട്ഫ്ലോ അല്ലേ. ഈ 5 lakhന്റെ ഉള്ളിലാണ് ഒരു നെറ്റ്വർക്ക് ക്യാപിൽ ഒളിഞ്ഞു കിടക്കുന്നത്. ആ ഒരു എമൗണ്ട് ആണ് 5th ഇയറിൽ നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത്. തിരിച്ചു കിട്ടുമ്പോൾ അത് നെറ്റ്വർക്കിംഗ് ക്യാപിറ്റൽ റിലീസ് ചെയ്ത് പറഞ്ഞിട്ട് ഞാൻ എന്താക്കിയിട്ട് ഇതിന്റെ ഇൻഫ്ലോ ആയിട്ടാണ് ഇതിന്. കാരണം എനിക്ക് തിരിച്ചു കിട്ടാണ് എമൗണ്ട് ഇങ്ങോട്ട് കിട്ടും, ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇൻഫ്ലോ ആയിട്ട് ചെയ്യണം. സോ അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യും. സോ ഇതൊക്കെ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഈ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്താൽ എന്റെ ഇൻകറിംഗ് ക്യാഷ് ഫ്ലോനെ എനിക്ക് ടെർമിനൽ ക്യാഷ് ഫ്ലോയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് ഇതൊക്കെ ചെയ്താലാണ് ഇതിന്റെ ടെർമിനൽ ക്യാഷ് ഫ്ലോ കിട്ടുക. നല്ല വൃത്തിക്ക് ടെർമിനൽ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിലാക്കിയിട്ടോ അല്ലെങ്കിൽ നല്ല വൃത്തിക്ക് ഒന്ന് നോട്ടിലേക്ക്. ആരാധന ഏതെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണോ? നോ സർ, പക്ഷെ ഈ ടാക്സ് എക്സ്പെൻസും ടാക്സ് സേവിങ്സും സാർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ? ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ല, പഠിക്കാൻ പോണേ ഉള്ളൂ. ലാഭമാണെങ്കിൽ നമ്മൾ ടാക്സ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും നമുക്കറിയാം. ലാഭം ഇനി നഷ്ടമാണെങ്കിൽ ടാക്സ് ഇങ്ങോട്ട് കിട്ടും നമുക്കറിയാം. ഇനി എത്രയാണോ ലാഭം എത്രയാണോ നഷ്ടം എന്നൊക്കെ കണ്ടുപിടിക്കേണ്ടത്, അതാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ഈ ടെർമിനൽ ക്യാഷ് ഫ്ലോയിൽ ഫോർമാറ്റ് ചെയ്തായിരുന്നോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം?
ഞാൻ ഓൾറെഡി ഇന്നലത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ബുക്ക് വാല്യൂവിനെ കുറിച്ചിട്ട്. അങ്ങനെ ഒരു ഹെഡിങ് എഴുതിക്കോ, ചെറിയ സൈഡ് കണ്ട് എഴുതിയാൽ മതി. ബുക്ക് വാല്യൂ കാൽക്കുലേഷൻ. ബുക്ക് വാല്യൂ കാൽക്കുലേഷൻ under tax basis. ഇവിടെ എക്സാമ്പിൾ ചെയ്താ ഓക്കെ. എന്താണ് ബുക്ക് വാല്യൂ? ഇന്നലത്തെ ക്ലാസ്സിലോ മൺഡേയുടെ ക്ലാസ്സിലോ ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാല് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ എത്രയാണോ ആ അസറ്റിന്റെ വാല്യൂ, അസറ്റ് ഫോർ എക്സാമ്പിൾ മെഷീനറി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു എമൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ 5 ലക്ഷത്തിനാണ് ഞാൻ വാങ്ങിച്ചതെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ, അതായത് ഇയർ 0ന്റെ ടൈമിൽ അതിന്റെ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ എമൗണ്ട് ആയിരിക്കും. ഓക്കെ, ഓരോ വർഷം അതിന്റെ വാല്യൂ റെഡ്യൂസ് അതിന്റെ കോസ്റ്റ് ഞാൻ അലോക്കേറ്റ് ചെയ്ത് വരും, ഡിപ്രിസിയേഷൻ കുറച്ചിട്ട്. സോ അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ എഴുതാം, എന്നിട്ട് നമുക്ക് നല്ല പോയാൽ മതി. എന്താണ് ബുക്ക് വാല്യൂ എന്ന് വെച്ചാൽ എത്രയാണോ ആ അസറ്റിന്റെ വാല്യൂ, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന് എത്ര എമൗണ്ട് ആണോ നമ്മൾ ആ അസറ്റിന്റെ വാല്യൂ കൽപ്പിച്ചിരിക്കുന്നത്, അതാണ് അതിന്റെ ബുക്ക് വാല്യൂ. അതായത് നമ്മുടെ ബുക്ക് കീപ്പിംഗ് പർപ്പസിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ എത്രയാണോ അസറ്റിന്റെ വാല്യൂ അഥവാ മെഷീന്റെ വാല്യൂ, അതാണ് അതിന്റെ ബുക്ക് വാല്യൂ. ഫോർ എക്സാമ്പിൾ കോസ്റ്റ് ഓഫ് അസറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് അസറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. 1,50,000 ആണ്. ഓക്കെ, സൈഡിൽ ഞാൻ പറയുന്നുണ്ട് കോസ്റ്റ് ഓഫ് അസറ്റ് 1,50,000 ആണ്. 1,50,000 ആയിരുന്നു എന്റെ അസറ്റിന്റെ കോസ്റ്റ്. ഓക്കെ, ഡിപ്രിസിയേഷൻ അതിന്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞാൽ 5 വർഷം. യൂസ്ഫുൾ ലൈഫ് 5 years ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്ട്രെയിൻ ആൻഡ് ഡിപ്രിസിയേഷൻ ആണെങ്കിൽ ഈ 1,50,000 എന്ന് പറഞ്ഞ കോസ്റ്റിന് 5 വർഷം ഈക്വൽ ആയിട്ട് ഞാൻ അലോക്കേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഇതാ, ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് പറഞ്ഞാൽ 1,50,000 ഡിവൈഡഡ് ബൈ 5 ആണ്. അഥവാ ഒരു വർഷം ഞാൻ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ 30,000 റെക്കോർഡ് ചെയ്യണം. 30,000 റെക്കോർഡ് ചെയ്തിട്ട് അതിന്റെ വാല്യൂ ഞാൻ റെഡ്യൂസ് ചെയ്ത് വരണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനിതാ എങ്ങനെയാണ് അതിന്റെ ഓരോ വർഷത്തിന്റെ ഡിപ്രിസിയേഷൻ എക്സ്പെൻസും ബുക്ക് വാല്യൂ ഒക്കെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം. ഇതാ ഇയർ 0ലെ ടൈമിൽ കോസ്റ്റ് ഓഫ് അസറ്റ് ഉണ്ട് മൈനസ് ഡിപ്രിസിയേഷൻ. അതിനു മുന്നേ ഞാൻ എങ്ങനെയാണ് ബുക്ക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് റഫായിട്ടൊന്ന് പറഞ്ഞുതരാം. ആ ഇക്വേഷൻ കണക്ട് ചെയ്തിട്ട് ഞാൻ ഇതിന് എമൗണ്ട് നിങ്ങൾ ജസ്റ്റ് ക്രോസ് ചെയ്താൽ മതി, കുറച്ചുകൂടി റെഡി കിട്ടും. അതായത് ബുക്ക് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എത്രയാണ് ഇതിന്റെ അസറ്റിന്റെ ബുക്ക് വാല്യൂ, അത് കിട്ടാൻ വേണ്ടിയിട്ട് ആ ബുക്ക് വാല്യൂ നമുക്ക് ആവശ്യമുണ്ട്. ആ ബുക്ക് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്തിട്ട് വേണം ഗെയിൻ ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ ബുക്ക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോസ്റ്റ് ഓഫ് അസറ്റിൽ നിന്നും, ഞാൻ ഓൾറെഡി പറഞ്ഞാണ് ക്ലാസ്സിൽ, കോസ്റ്റ് ഓഫ് അസറ്റിൽ നിന്നും എന്റെ അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ലെസ് ചെയ്താൽ മതി. അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ നിങ്ങൾ എഴുതണ്ട. ഓക്കെ, അതായത് എത്രയാണോ എന്റെ കോസ്റ്റ് ഓഫ് അസറ്റ്, ഈ കേസിൽ 1,50,000 ആണ്. ഓക്കെ, അതിന് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിപ്രിസിയേഷൻ എക്സ്പെൻസ് ആഡ് ചെയ്ത് വന്ന്. ഓക്കെ, ടോട്ടൽ ഞാൻ ഇതുവരെ ചെയ്ത ഡിപ്രിസിയേഷൻ, അതായത് ഇതാ ഇയർ 1ൽ ഞാൻ ഒരു 30,000 ഡിപ്രിസിയേഷൻ ഫസ്റ്റ് ഇത് റെക്കോർഡ് ചെയ്താൽ 1,50,000 30,000 ലെസ് ചെയ്താൽ 1,20,000 ആണ് ബാലൻസ് ഉള്ളത്. സോ എന്റെ ബാലൻസ് ഷീറ്റിലെ അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1,50,000. അതായത് ഒരു വർഷം മുന്നോട്ട് സഞ്ചരിച്ചാൽ അസറ്റിന്റെ വാല്യൂ 1,50,000 നിന്ന് അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ 30,000 ലെസ് ചെയ്താൽ റിമൈനിങ് ആയിട്ടുള്ള 1,20,000 ബാലൻസ് ഷീറ്റിൽ അസറ്റിന്റെ ആ വാല്യൂ ഉണ്ടാവുള്ളൂ, മെഷീന്റെ വാല്യൂ ഉണ്ടാവുള്ളൂ.
ഈ 1,20,000 ആണ് എന്റെ അസറ്റിന്റെ ബുക്ക് വാല്യൂ ഒരു വർഷം കഴിഞ്ഞാൽ. ഓക്കെ, ആ ഒരു എക്സാമ്പിൾ മൈൻഡിൽ ആയിക്കോട്ടെ, ഞാൻ 5 വർഷത്തെയും കണ്ടുപിടിക്കാനുള്ള വഴി പറഞ്ഞത്. ബാലൻസ് ഷീറ്റിൽ ആ ഇമേജ് മനസ്സിൽ ഉണ്ടായിക്കോട്ടെ. നമ്മുടെ കോസ്റ്റ് ഓഫ് അസറ്റിൽ നിന്നും അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ലെസ് ചെയ്താൽ, അതായത് ഇത്രയും കാലം നമ്മൾ ഡിപ്രിസിയേഷൻ ചെയ്ത എമൗണ്ട് ലെസ് ചെയ്താൽ ഇനി എത്ര എമൗണ്ട് ഡിപ്രിസിയേഷൻ ചെയ്യാൻ ബാക്കിയില്ലെന്ന് കിട്ടും. ഇനി 4 വർഷത്തെ ഡിപ്രിസിയേഷൻ ചെയ്യാൻ ബാക്കിയുണ്ട്. 4 വർഷം 30,000 വെച്ച് ചെയ്താലേ ഈ 1,20,000 കംപ്ലീറ്റ് ആവുള്ളൂ. ഇപ്പം 5 ഇയറിൽ 1 ഇയറേ കഴിഞ്ഞിട്ടുള്ളൂ, 1 വർഷത്തെ ഡിപ്രിസിയേഷൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് റിമൈനിങ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 1,20,000 വന്നത്. അങ്ങനെയാണെങ്കിൽ ബുക്ക് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് വേറെ രീതിയിലും കൂടി ചെയ്താൽ, ഈ എമൗണ്ട് അവിടെ നിൽക്കട്ടെ, അതാണ് ഇക്വേഷൻ നമുക്ക് ഇമ്പോർട്ടൻറ്റ്. എമൗണ്ട് നിങ്ങൾ മൈൻഡിൽ ഉണ്ടായിക്കട്ടെ, അവസാനം ഞാൻ പറഞ്ഞിട്ട് ചെയ്യാൻ മതി. അതായത് ഈ കോസ്റ്റ് ഓഫ് അസറ്റിൽ നിന്നും അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ ചെയ്താൽ, അതായത് ഞാൻ എത്ര എമൗണ്ടിനാണോ അസറ്റ് വാങ്ങിയത് അതിൽ നിന്ന് ഞാൻ ഇത്രയും കാലം ചെയ്ത ഡിപ്രിസിയേഷൻ ലെസ് ചെയ്താൽ ഇനി എത്ര ഡിപ്രിസിയേഷൻ